ഇന്ന് ഡിസംബർ 31 നമ്മൾ എല്ലാവരും ന്യൂ ഇയറിനെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു ദിവസമാണ്. 2025 നമുക്കറിയാം, ടോപ്പ് സിംഗറിനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി നല്ല കാര്യങ്ങളായിരുന്നു, ഒത്തിരി സർപ്രൈസിംഗ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. കാരണം നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 5 ഫിനാലെ നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മൾ ടോപ്പ് സിംഗർ സീസൺ 6 നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ അതിങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒത്തിരി കുട്ടിപ്പാട്ടുകാരെയും വലിയ പാട്ടുകാരെയും ഒക്കെ നമുക്ക് കിട്ടി. ആരും ഒട്ടും പ്രതീക്ഷിക്കാതെ പ്രേക്ഷകർക്കും നമുക്കും ഒക്കെ ഫേവറേറ്റ് ആയിട്ട് മാറിയ ഒത്തിരി ആൾക്കാരെയാണ് നമ്മളിപ്പോൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നത്, കേട്ടോണ്ടിരിക്കുന്നത് അല്ലേ. അങ്ങനെ 2025 അവസാനത്തെ ടോപ്പ് സിംഗറിന്റെ എപ്പിസോഡാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ന്യൂ ഇയറിനെ വെൽക്കം ചെയ്യാനായിട്ട് ഇങ്ങനെ എല്ലാ പ്രേക്ഷകരെയും പോലെ ഒന്നിച്ച് റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മുടെ ജഡ്ജസ് റെഡി അല്ലേ ന്യൂ ഇയറിനെ വെൽക്കം ചെയ്യാനായിട്ട്? തീർച്ചയായിട്ടും അതെ. ഡബിൾ റെഡി, ഓൾറെഡി റെഡി. എന്താ എക്സ്പെക്ടേഷൻ? നമ്മുടെ ന്യൂ ഇയർ എന്നാ പെട്ടെന്നായിരുന്നു അല്ലേ? എല്ലാം പെട്ടെന്ന് ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നത്. ഈ കഴിഞ്ഞ ഈ 2025 കുറച്ച് ദിവസം മുമ്പ് തുടങ്ങിയ പോലെ എനിക്ക് തോന്നുന്നത്. അതെ അതെ, മീനൂട്ടിന്റെ ബർത്ത്ഡേ ഒക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ. അതെ, കല്യാണം ഒക്ടോബർ ഇപ്പൊ കഴിഞ്ഞതുപോലെ. 2025 ആണെന്ന് തോന്നുന്നു. ഇത്രയും ഫാസ്റ്റ് ആയിട്ട് പൊതുവെ ചിലപ്പോ ഇത്രയും മ്യൂസിക്കൽ ആയോണ്ടോ എന്താണെന്ന് അറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ടോപ്പ് സിംഗറിൽ വന്നതിന് ശേഷം days are passing so fast. Super fast. അതെ, ഉണ്ണിയങ്കള് കൃത്യസമയത്ത് സ്പെഷ്യൽ ദിവസമുള്ളപ്പോ കൃത്യസമയത്ത് വരും. ഉണ്ണിയങ്കൾ സ്പെഷ്യൽ അതുകൊണ്ട് ഉണ്ണിയങ്ങളെ കാണാൻ തോന്നുമ്പോ ഞങ്ങള് സ്പെഷ്യൽ ഡേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. അതെ, ഉണ്ണിയങ്ങൾ ഞങ്ങൾക്ക് എപ്പോഴും സ്പെഷ്യൽ ആയിട്ടുള്ള ആളാണ്. ഉണ്ണിയങ്ങളിന് 2026 പറ്റി എന്താണ് പറയാനുള്ളത്? ഈ വർഷത്തെക്കാട്ടിലും വളരെ ഭംഗിയാവട്ടെ അടുത്ത വർഷം എന്നാണ് എപ്പോഴും ചിന്തിക്കുക. അതുകൊണ്ട് തന്നെ 2026 എനിക്ക് മാത്രമല്ല എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ, എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ. ഈ വർഷത്തെക്കാട്ടിലും ഗംഭീരമായിട്ട് അടുത്ത വർഷം വരട്ടെ എന്ന് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ. ചേച്ചിക്കോ? ഭയങ്കര ഹാപ്പി. കാരണം 2025 ഞാൻ ഫ്ലവേഴ്സിൽ വരുന്നു, നിങ്ങളെല്ലാരെയും കാണുന്നു, മച്ചേട്ടനെ പരിചയപ്പെടുന്നു, ഉണ്ണി സാറിനെ പരിചയപ്പെടുന്നു, കല്യാണം കഴിയുന്നു. അത് ഇപ്പോഴേ പറയുന്നു. അതെന്തിനാ ഭർത്താവിനെ കിട്ടുന്നു. ഭർത്താവ് എന്ന് പറയണ്ട, ഒരു പാർട്ട്ണർ. അത് പറഞ്ഞ എന്റെ വലതു ഭാഗത്ത് MJ സാറും ഇടതു ഭാഗത്ത് ഉണ്ണി സാറും മച്ചേട്ടനും ഒക്കെ വന്നിരുന്ന് ഞാൻ പാട്ടിൽ മുഴുകിയിരുന്ന് എന്റെ 2025 തീർന്നു പോയത് ഞാൻ അറിയുന്നില്ല. അതാണ് എനിക്ക് സംഭവിച്ചത്. അപ്പൊ അതുപോലെ തന്നെ 2026 ഭയങ്കര ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോട്ടെ എന്ന് വിഷയുന്നു. ഈ മധുവങ്ങളുടെ പ്രതീക്ഷ ഇപ്പൊ ആര്യ പറഞ്ഞില്ലേ, ഉണ്ണിച്ചേട്ടൻ പറഞ്ഞില്ലേ, അതന്നെ അത് തന്നെ പ്രതീക്ഷ പോലും ഒന്നാണ്. പ്രത്യേകിച്ച് ഞാൻ എന്നാ പറയാനാ പ്രതീക്ഷിക്കുക. എനിക്ക് വേറൊരു ആഗ്രഹം. എന്താ? ഈ ഉണ്ണി സാർ ഇങ്ങനെ ചെറുപ്പമായി വരുന്നത് എനിക്ക് അറിയണം. അത് പാടില്ല. അതൊരു സീക്രട്ട്. ന്യൂ ഇയർ സമയത്ത് അസൂയ പാടില്ല. എന്നാ അടുത്ത എപ്പിസോഡ് 70 വയസ്സ് കഴിഞ്ഞ 40-കാരൻ. നമ്മുടെ സംഗീത ലോകത്തെ മമ്മൂട്ടിയാണ് ഉണ്ണി സാർ. ഇതൊക്കെ കേൾക്കാൻ ഭയങ്കര സുഖ, പക്ഷെ എളുപ്പമല്ല. ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമല്ല. അല്ല, ഓൺലി പോസിറ്റീവ് തോട്ട്സ്, നോ നെഗറ്റീവ് തോട്ട്സ്. മധുക്കളെ, നമ്മുടെ ടോപ്പ് സിംഗർ തുടങ്ങുമ്പോ തൊട്ട് നമുക്കിങ്ങനെ ഈ നെടും തൂണെന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ കൂടെ എപ്പോഴും നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. അതാണ് നമ്മുടെ ടോപ്പ് ബാൻഡ്. ആര് വന്നാലും നമ്മുടെ ടോപ്പ് ബാൻഡിനെ പറ്റി പറയാതെ തിരിച്ചു പോവേയില്ല. അങ്ങനെയുള്ള നമ്മുടെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ടോപ്പ് ബാൻഡിനോട് ചോദിക്കട്ടെ, എന്താണ് 2026 നമ്മുടെ പ്രതീക്ഷ? റെപ്രസെന്റ് ചെയ്ത് ഒരാൾ പറഞ്ഞാലും മതി, ആരെങ്കിലും. 2025 പോലെ തന്നെ 26 സന്തോഷപ്രദമായിട്ട്, 25 പോലെ പോരാ, ഇതിനേക്കാളും മധുരകരമായിട്ട് പോകട്ടെ. നല്ല നല്ല പാട്ടുകൾ കേൾക്കാനും വായിക്കാനും ഇടവരട്ടെ. അതെ, ആശംസിക്കുന്നു. ഓ, അടിപൊളി. വെരി ഗുഡ്. ടോപ്പ് ബാൻഡിലെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. വിഷ് യു ഓൾ എ വെരി ഹാപ്പി ന്യൂ ഇയർ. അതെ, ഹാപ്പി ന്യൂ ഇയർ. നമ്മുടെ ടോപ്പ് സിംഗറിന്റെ സെറ്റിങ്ങിന് ഓരോ സമയം വരുമ്പോഴും മാറിക്കൊണ്ടിരിക്കും. ക്രിസ്മസ് ആയിരിക്കുമ്പോ മൊത്തം ക്രിസ്മസ് ആയിരിക്കും. ഇപ്പൊ ന്യൂ ഇയർ ആയപ്പോ നമ്മൾ കണ്ടോ 2026 വെച്ച് സെറ്റ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് ഇനി പാട്ട് കേട്ട് തുടങ്ങിയാലോ? ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും താങ്ക് യു. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നമ്മുടെ ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ നമ്മൾ സെലിബ്രേഷന് വേണ്ടി ഇങ്ങനെ വെമ്പിൽ കൊണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് അങ്ങനെ വിതുമ്പരുത്. ഓക്കെ, വെമ്പലാണ് വേണ്ടത്. അതെ, ഒരു വെമ്പൽ മാത്രം മതി. അങ്ങനെ വെമ്പലിനൊടുവിൽ സെലിബ്രേഷൻ റൗണ്ട് എത്തിയിരിക്കുകയാണ്. സെലിബ്രേഷൻ ആയിട്ട് വരുന്നത് ആരാണെന്ന് അറിയാമോ ഉണ്ണിയങ്കളിന്? ഒരു കുട്ടുമണിക്കുട്ടനാണ് വരുന്നത്. ലെറ്റ്സ് വെൽക്കം പാർത്ഥിവ് ഓൺ സ്റ്റേജ്. ഹലോ. എന്താ കവാലിയാണോ പാടാൻ പോണേ? പിന്നെ
ഉദിച്ച ചന്ദ്രൻ. അതാണല്ലേ ചന്ദ്രൻ. ഞാൻ അതാണ് ആകെ മിന്നുന്ന്. പഞ്ചാബി. പഞ്ചാബി സോങ് ആണ്. തലയിലെ കെട്ട അവിടെ പോയി. എവിടെ? തലയിൽ കെട്ടാക്കാൻ പറ്റത്തില്ല. ഞാൻ ദിലീപ. ഉണ്ണികൃഷ്ണൻ. ദിലീപങ്കളാ? കൃഷ്ണൻ. കുട്ടുമണിക്കുട്ടാ, ഉം. എന്താണ് റെസൊല്യൂഷൻസ്? എന്റെ ന്യൂ ഇയർ റിസൊല്യൂഷൻസ് എന്ന് വെച്ചാല് ബോഡി കുറച്ചും കൂടെ ഫിറ്റ് ആക്കണം, ഓക്കെ. പിന്നെ കുറച്ചും കൂടെ ഹെൽത്തി ഫുഡ് കഴിച്ചു തുടങ്ങണം. അപ്പൊ ഇത്ര നാളെ ഹെൽത്തി ഫുഡ് അല്ലായിരുന്നോ? ആയിരുന്നു, പക്ഷെ ആ. ഇനി കുറച്ച് അതും കൂടെ കുറച്ചും കൂടെ അത് ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കണം, കുറച്ചുകൂടി ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കണം. ഓക്കേ. പാട്ടിന്റെ കാര്യത്തിൽ എന്താണ് റെസൊല്യൂഷൻ? പാട്ടിന്റെ കാര്യത്തില് ബ്രെത്ത് എക്സസൈസ് കൂട്ടണം, ഓക്കെ. ഓക്കേ. പിന്നെ വോമപ്സിന്റെ ടൈം Homework. ഡ്യൂറേഷൻ കൂട്ടണം, ഓക്കെ. അങ്ങനെ. അപ്പൊ നമുക്ക് പാട്ടിലേക്ക് കയറാം അല്ലേ? അതെ, അതാ നല്ലത്. അയ്യോ, ഒരു മെയിൻ സാധനം മറന്നു. എന്താണ്? Details. ഡീറ്റെയിൽസ്. Details. അതാണ് ഞാൻ പറഞ്ഞത്. മൂവി പഞ്ചാബി ഹൗസ്, ആ. ഇയർ 1998. ഓക്കെ. മ്യൂസിക് സുരേഷ് പീറ്റേഴ്സ് സർ, ഓക്കെ. ലിറിക്സ് എസ് രമേശൻ നായർ സർ. ഓക്കെ. അത്രേ പാടിയത് അയ്യോ, പാടിയത് MG സർ ആൻഡ് മനു സർ. Yes, very good. പാട്ട് അപ്പൊ ഉദിച്ച ചന്ദ്രന്റെ. മെയിൽ Yes. ഡുവറ്റ് ഇപ്പൊ ഒറ്റയ്ക്ക് പാടാൻ പോകണം. യെസ്, അല്ലേ? യെസ്. പക്ഷെ എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. ആ. അയ്യോ, എല്ലാം അതെ, അതെ, എല്ലാവർക്കും അതെ, എല്ലാം ദൈവത്തിന്റെ കയ്യില്. ഓക്കെ. കിട്ടിയപ്പോൾ ഞങ്ങൾ അങ്ങ് അമ്പരന്ന് പോയി പാട്ട് കേട്ടപ്പോ. ആണോ? ഇത് കിടിലം പാട്ടാ. ബാസ് എല്ലാം കേട്ടപ്പോ അയ്യോ, എന്റെ ഫേവറേറ്റ് Yes. പാട്ടാടാ. അടിച്ചു പൊളിക്കണം. ഓക്കെ, അത് All the best. പാർത്ഥിക്കുട്ടൻ അടിച്ചു പൊളിക്കുന്ന അറിയാം. ഫുൾ ഓഫ് എനർജി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു, Best of luck. Best. താങ്ക് യു.
നൈസ് നൈസ് നൈസ്. കോറസ് ടോപ്പ് ബാൻഡ് കലക്കി. വെരി ഗുഡ് വെരി ഗുഡ്. ഉണ്ണിയങ്കിൾ യെസ്, എങ്ങനെയുണ്ടായിരുന്നു? കുട്ടുമണിക്കുട്ടൻ തകർത്തിയില്ലേ? താങ്ക് യു സർ. എന്ത് പറ്റി? ലിറിക്സ് എന്തൊക്കെ മറന്നു പോയ? അത് പെട്ടെന്ന് ആ താളത്തിന്റെ കൂടെ പോയപ്പോ എനിക്ക് അങ്ങ് ബ്ലാങ്ക് ഔട്ട് ആയി പോയി. അത് അങ്ങനെ വരാൻ പാടില്ലല്ലോ. ഇതിന് മുമ്പേ ഒരിക്കൽ ഉണ്ടായി. അന്ന് നമ്മൾ പറഞ്ഞു ഇങ്ങനെ മറക്കരുത് ലിറിക്സ്. മാക്സിമം ട്രൈ ചെയ്തായിരുന്നു ഞാനിത് ഓർത്ത് വെക്കാൻ. കുറച്ച് പാടായിരുന്നു, എനിക്ക് വായിൽ വഴങ്ങുന്നില്ലായിരുന്നു. ഇതിപ്പോ എത്ര ദിവസമായി പഠിച്ചിട്ട്? ഓൾമോസ്റ്റ് 2 days. 2 days 2 days. Only 2 days. ജസ്റ്റ് 2 days. Why? പെട്ടെന്ന് അങ്ങോട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. ഒന്നും കൂടെ പാടി നോക്കുന്നോ? 4 ദിവസം ഗ്രൂം ചെയ്തില്ലേ? 4 ദിവസം ഗ്രൂം ചെയ്തു, പക്ഷെ പെട്ടെന്ന് ഒത്തിരി ഉണ്ടായിരുന്നു ലിറിക്സ്. 4 ദിവസം ഗ്രൂം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പേ പാട്ട് കിട്ടിയില്ല. അല്ല മോനെ, എന്തറിയോ, ഈ ഒരു കോമ്പറ്റീഷൻ അല്ലേ ഇത്. ഇതിപ്പോ സെക്കൻഡ് ടൈം ആണ് മോൻ പറ്റുന്നത്. അങ്ങനെ വരാൻ സമ്മതിക്കരുത്. അനുപല്ലയിൽ മാത്രമല്ല, ചരണത്തിലും മിസ് ചെയ്തു അല്ലേ? സെയിം. പക്ഷെ ആ എഫക്റ്റ് ഒക്കെ നന്നായിട്ട് പാടി മോൻ. അതെ അതെ, ഹൈ പോർഷൻസ് ടോട്ടലി അസലായിരുന്നു പാടിയത്. താങ്ക് യു പക്ഷെ സർ. ആ ലിറിക്സ് മറന്നിട്ട് പെട്ടെന്നൊന്ന് ഡിസ്റ്റർബ്ഡ് ആയി മോൻ. അത് ഇനി വരാതെ ശ്രദ്ധിക്കണം കേട്ടോ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രത്യേകിച്ച് ഇത് ഒരു കോമ്പറ്റീഷൻ ആയതുകൊണ്ട്. അതർവൈസ് ഇറ്റ്സ് ഓക്കെ. ഓക്കെ, അത് വളരെ ശ്രദ്ധിക്കണേ. ഓക്കെ, അതർവൈസ് ഇറ്റ് വാസ് എ വെരി ഗുഡ് പെർഫോമൻസ്. ഐ റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്. ഓക്കെ, ഗുഡ് ലക്ക് യു. ഗുഡ് ലക്ക്. ആര് ചേച്ചി? ഓ കുട്ടുമണി. സ്വന്തമായിട്ടാണ് തീരുമാനിക്കുക. അതെന്താറിയോ, ഞാൻ പറയട്ടെ, ഒന്നുകൂടെ പാടി നോക്കാം നമുക്ക്. ലിറിക്സ് കിട്ടുമോന്ന് ഒന്നുകൂടി ട്രൈ ചെയ്യണോ? വേണ്ട. ഓക്കെ ഓക്കെ. അപ്പൊ പാർത്ഥിവ് കൂട്ടാ, എന്തോ വരി മറന്നുപോയപ്പോ ആകെ വിജൃംഭിച്ചു പോയി അല്ലേ? പേടിച്ചു പോയി, ഡിസ്റ്റർബ്ഡ് ആയി ആള്. ഡിസ്റ്റർബ്ഡ് ആയി. പക്ഷെ എന്നാലും കുട്ടുവാണിക്കുട്ടൻ ആ ധൈര്യം വിടാതെ മുഖത്തുണ്ടായിരുന്നു. എന്നാലും വളരെ ധൈര്യത്തോടു കൂടെ തന്നെ പാടി. അത് ആസ് എ പെർഫോമർ എപ്പോഴും വേണ്ട കാര്യമാണ്. ഹാറ്റ്സ് ഓഫ് ഫോർ ദാറ്റ്. താങ്ക് യു. ആൻഡ് എസ്പെഷ്യലി ആ മേള് പാടിയ ഒരു ഭാഗം അതൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. നല്ല വോയിസ്, നല്ല രസത്തിൽ ചെയ്തു. പക്ഷെ ഈ ഒരു പ്രശ്നം 2 സൈഡിലും പറ്റിയപ്പോഴത്തേക്കും എന്ത് പറ്റി? കുറച്ചൊന്ന് പാളി. കുറച്ചല്ല, അത്യാവശ്യം അപ്പൊ ഇതൊരു നല്ലോണം എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കണം മോനെ. യെസ് കേട്ടോ. അപ്പൊ അടുത്ത പ്രാവശ്യം നമുക്ക് എന്ത് ചെയ്യണം? പൊളിക്കണം. അടുത്ത പ്രാവശ്യം ലിറിക്സ് മറക്കാതെ മിടുക്കനായി പഠിച്ചിട്ട് വരണം. ഓക്കെ. പിന്നെ എനിക്ക് തോന്നി കുട്ടുമണി ഇപ്പം ഉദിച്ച ചന്ദ്രന്റെ ചന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ, അത്രയും വേർഡ്സ് വരാൻ വേണ്ടിയിട്ട് കുഞ്ഞിന് ബുദ്ധിമുട്ടുണ്ട്. അത് കറക്റ്റ് താളത്തിലല്ല വരുന്നത്. അപ്പൊ അത് തന്നെ ടഫാണ്. അതർവൈസ് മെലഡി ഭാഗമൊക്കെ കറക്റ്റ് ആയിരുന്നു പാടിയത്. ഓക്കെ, അപ്പൊ അടുത്ത പ്രാവശ്യം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അടുത്ത പ്രാവശ്യം നമുക്ക് ഫുള്ള് മേടിക്കണം. ഓക്കെ, പ്രോമിസ്? പ്രോമിസ്. ഗുഡ് ബൈ. ദൈവം പാർത്ഥിവ് കുട്ടന് നല്ല കഴിവ് തന്നു. വെറും Thank you, കഴിവല്ല, sir. എക്സ്ട്രാ ഓർഡിനറി. Thank you, sir. നല്ല റേഞ്ചാണ് ആ വോയിസിൽ കേട്ടോ. ഏത് റേഞ്ചും ഈസി ആയിട്ട്, കാരണം മുഖത്ത് യാതൊരു സ്ട്രെയിനും തോന്നിക്കണില്ല ഹൈ പിച്ച് പാടുമ്പോഴും. അപ്പൊ അതൊരു പ്ലസ് പോയിന്റ് ആണ്. അപ്പൊ ഇനി എന്തൊക്കെയാ വേണ്ടത്? പ്രാക്ടീസ് വേണം, മെമ്മറി. പഠിക്കാൻ എടുക്കാനല്ലേ പിന്നെന്താ മറന്നു പോണേ? പാട്ടെന്ന് പറയുമ്പോ കുറച്ചും കൂടി ഈസി അല്ലേ ഓർക്കാൻ. എന്തോ ഒരു ടെൻഷൻ പാർത്ഥിവ് കുട്ടന്റെ മനസ്സിലുണ്ടായിരുന്നു. ഇത്രയും വരികളുള്ളോണ്ടാണോ? അതല്ല, പിന്നെന്താ? എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായിരുന്നോ? അതിങ്ങനെ എനിക്ക് ബീച്ചിന്റെ ഒപ്പം കിട്ടുന്നില്ല. ഇങ്ങനെ താളം വലിഞ്ഞു പോണു, കറക്റ്റ് ഗ്രൂവിലല്ല. പിന്നെ കുറച്ചും കൂടി ഒരു പഞ്ച് വേണം. അപ്പൊ ഈ ഉദിച്ച ചന്ദ്രന്റെ ചന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ അല്ലേ മനോണ്ണനൊക്കെ പാടിയേക്കണം. ഡൈനാമിക്സ് വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു തന്നില്ലേ അങ്ങനെ ഒരു ഡൈനാമിക്സ് അപ്ലൈ. പഞ്ചാബി ബാങ്കയുടെ ഋതം ഇല്ല, അതുപോലെ ആകാരം പാടുമ്പോഴും അങ്ങനെ താരകങ്ങൾ കണ്ടു പച്ച പാരിജാതമല്ലേ അങ്ങനെ പഞ്ച് വേണം കേട്ടോ. അപ്പൊ അതൊക്കെ കുറച്ച് മിസ്സായി എനിക്ക്. അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇന്ന് ഉണ്ടായി പാർത്ഥിവ് കുട്ട. അപ്പൊ എന്തുകൊണ്ടാണ്? ശ്രദ്ധ കുറവാണ്. ഇന്ന് 31st അല്ലേ? നാളെ മുതൽ അടുത്ത വർഷം സ്റ്റാർട്ട് ചെയ്യല്ലേ? പുതിയൊരു മനുഷ്യനാണ് കേട്ടാ. പാർത്ഥിവ് കുട്ടൻ പുതിയൊരു മനുഷ്യനായി തിരിച്ചു വരും. നാളെ മുതൽ നന്നാവണം. അതെ, ഇന്ന് വേണ്ട, ഇന്ന് റെസ്റ്റ് എടുത്തോ. യെസ് കുട്ടുമണിക്കുട്ടൻ. എന്തോ ആക്ച്വലി നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിംഗറാണ്, ഭയങ്കര പെർഫോമറാണ്. ഭയങ്കര ഒരു എക്സ്പെക്ടേഷൻ ആയിരുന്നു നമുക്ക് ഈ ഒരു പാട്ടിൽ. We wanted to give you full marks and all, but if you were the judge, how will you give the marks? Like, if I was the judge and if I judged the mark for me as this song, yes, I will give
96.5. Correct. ബ്രില്യൻ. Brilliant. 96 ആണ് ഞങ്ങൾ വെച്ചത്. 96 out of 100. 96 നല്ല out of judgment ആണല്ലോ. You are an intelligent guy. Yes. Happy New Year. Happy Happy New Year, New Year. baby. Happy New Year to you. Bye. Be New happy. Year. Bye. Bye. ഉണ്ണിയങ്കൾ Yes. ഹാപ്പി ആയില്ലേ? വളരെ ഹാപ്പിയാണ്. കാരണം എങ്ങനെയുണ്ടായിരുന്നു ഇത് ആ ഞാനൊരു special gift? എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് വെച്ചിരിക്കാം. ആ ഇപ്പൊ അടുത്തായിരുന്നു ഉണ്ണിയങ്കളുടെ ബർത്ത്ഡേ. Yes. എവിടെ കേക്ക് എവിടെ മുട്ടായി അതില്ല, നിങ്ങൾക്ക് ആർക്കും തരില്ല. അതെന്താ ഞാൻ പറഞ്ഞില്ലല്ലോ നിങ്ങളുടെ ഒന്നും കല്യാണം അടക്കം പറയാത്ത ആളാ. ഞാൻ ചോദിക്കാനുള്ള ഞാൻ അധികാരമില്ല. ക്രിസ്മസിന് 3 കേക്ക് കൊണ്ടുവന്നു. എവിടെയായിരുന്നു? അത് കൊണ്ടുവന്നായിരുന്നു കേട്ടോ. ആ അന്ന് എന്നെ വിളിച്ചില്ലല്ലോ. ഞാൻ വിളിച്ചാ കണ്ടോ? വന്നേനെ. ഉണ്ണിയങ്കളുടെ വേറെ കേക്ക് വാങ്ങി തരും. ഉണ്ണിയങ്ങളും വാങ്ങി തരണം ബർത്ത്ഡേ. മീനുട്ടിയുടെ കേക്ക് എവിടെ? ഞാൻ തരാവേ. ആ, യഥാ വേഗം കൊണ്ടുപോവാ. ഞാൻ തരാം കേട്ടോ. ഓക്കെ അല്ലേ? ഇനി പാട്ട് Yes. കേൾക്കാലോ. കേൾക്കാം. ഇനി ഞങ്ങള് കേൾക്കാം. Okay. ഇനി വരുന്നത് ഒരു കുഞ്ഞുമണിയാണ്. നമ്മുടെ ഒരു കൺമണിക്കുട്ടി എത്താണ്. വിളിക്കാം. തീർച്ചയായും. ധ്യാനക്കുട്ടി എത്തുന്നു. ലെറ്റ്സ് വെൽക്കം ധ്യാന on ധ്യാനക്കുട്ടി. stage. അയ്യോ ആണ്ടെ ബാഗ് ലൈറ്റ് കത്തുന്നുണ്ട്. ലൈറ്റ് അയ്യോ വീഴല്ലേ പൊന്നെ. ആഹാ, ലൈറ്റ് ഉള്ള ആ, ബാഗോ? കഴിഞ്ഞ പ്രാവശ്യം ലൈറ്റുള്ള ഷൂസ് ആയിരുന്നു. ലൈറ്റുള്ള ഉടുപ്പ് ആരോട്ട് കൊണ്ടുവന്നായിരുന്നല്ലോ. അത് വേറെ. അത് എസ്തർ കുട്ടി. ആ, എസ്തർ കുട്ടി. ഇതെന്താ കയ്യില് വീടോ? അതെന്താ എന്താ അത്? വീടോ കിളിക്കൂ. എന്ത് വീടാ അത്? വീടും കൂടി എടുത്തോണ്ടാ വന്നിരിക്കണേ. Lights. അതിന്റെ ഉള്ളില് ലൈറ്റ് ഉണ്ടോ? ആ ആ, അത് മനുഷ്യന്മാരെ വീടാണോ പക്ഷി വീട്? ക്രിസ്മസ് പക്ഷിന്റെ അപ്പൂപ്പന്റെയാ. വീടാണ്. ക്രിസ്മസ് അപ്പൂപ്പന്റെ അത്. ക്രിസ്മസ് അപ്പൂപ്പന്റെ ആണോ? ഫോട്ടോ കണ്ടോ? ആ. ഓ, അത് ശരി. ഓക്കെ അല്ല ഈ ബാഗിൽ എപ്പോഴും ലൈറ്റ് കത്തുവോ? ഫുൾ ടൈം കണ്ടോ? ശോ. ധ്യാനക്കുട്ടി. എത്ര വയസ്സുണ്ടാവും? ആ, രണ്ടോ? എന്റെ മടുകളെ. എന്റെ മക്കളെ. 2 years. നമുക്ക് നേരത്തെ പരിചയം ഉണ്ടല്ലേ? അതെ നമ്മുടെ MJ MJ ഇല്ല. ലീവ്. ഉണ്ണിയങ്കൾ ഉണ്ടെന്ന്. ഉണ്ണിയങ്കൾ ഉണ്ട്. അതെ. ഇതിന് പോയ ഒരാൾ തിരിച്ചു വന്നു. അതെ. ഹായ് ധ്യാനക്കുട്ടി. ആ, ഉണ്ണിയങ്കളെ. ഞങ്ങളുടെ പുൽച്ചാടിയത് ഞങ്ങളുടെ പുൽച്ചാടിയാണ്. വൻ എത്ര ഉഷാറായിരുന്നു. വയസ്സുണ്ടാവും? 2 years. 4. ഓ ബിഗ് 4 ഗേൾ. years. 4 years. 4 years. 4 years. ബിഗ് Yes. ഗേൾ. ഇപ്പൊ LKG ആണോ UKG ആണോ? പിന്നെ പിന്നെ ഏതാ? Play glass. പ്ലേ ക്ലാസ് എ. ഓ play പ്ലേ class. ക്ലാസ് എ. പ്ലേ ക്ലാസ് ഞങ്ങൾ പ്ലേ ക്ലാസ് എ ആണ്. പറഞ്ഞിട്ടുണ്ടല്ലേ? ശരി. ഈ മച്ചേട്ടനെ എടുക്കും ഓർമ്മ ഉണ്ടാവില്ല. കണ്ണാന്തുമ്പിൽ പറഞ്ഞിട്ടുണ്ട് ഈ അപ്പൊ വിവരം. പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ? ഓക്കെ. ഇതെന്താ കയ്യിൽ ഈ ക്രിസ്മസിന്റെ സാധനങ്ങൾ? അത് ആർക്കുള്ളതാ? ഇത് ഈ കാർഡ്. ചിലപ്പോ മരങ്ങൾക്കും ചിലപ്പോ ഞങ്ങൾക്കും ചിലപ്പോ മധുവങ്ങൾക്കും ഞങ്ങൾക്കും ആ, കൊടുക്കും. okay, എനിക്ക് എല്ലാവർക്കും കൊടുക്കും. നമുക്ക് രണ്ടാക്കും ഇല്ല. നമുക്കില്ല. അതെന്താ? ആർച്ചേച്ചിക്ക് ഇല്ലാമ്പോ ഓ ചേച്ചി? ആര്യചേച്ചിക്ക് ലാമ്പാണ്. വെള്ളില. ഓ. അപ്പൊ എനിക്കൊന്നും ഇല്ലേ? വേണമെങ്കിൽ കാരണം വേണമെങ്കിൽ കാർഡ് എടുത്തോ. അതുപോലൊന്നും ചോദിക്കരുത്. എന്താ അത്? ഒരു സ്നോമാൻ. എനിക്ക് അവളെ കാണുന്നില്ല. അപ്പോഴാണ് അവിടെ ഇരുന്ന് എന്റെ ആദ്യത്തെ ക്രിസ്മസ് ഗിഫ്റ്റ് ആണ് ഇത് കേട്ടോ. ശരി. ആഹാ. ശോ. യെസ്. ഏത് പാട്ടാന്ന് പാടണേ? മിന്നേരി മിന്നേരി മിന്നാമിൻ മിന്നാമിനിങ്ങ. ഓക്കെ. ഓക്കെ. തുടങ്ങാം. കൊള്ളാല് ഉഗ്രം പാട്ടാണല്ലോ. പാടാം നമുക്ക്. ഇത് കൊടുത്തിട്ടു ഇത് കൊടുത്തിട്ട് ഇതൊന്ന് കൊടുത്തോട്ടെ. എന്നാ കൊടുത്തിട്ട് പാട്. യെസ്. യെസ്. അയ്യടി. താങ്ക് യു ധ്യാനക്കുട്ടി. താങ്ക് യു. എത്ര 4 അപ്പൊ ഉണ്ണിയങ്കളുടെ കൊടുക്കണ്ടേ? മധുങ്ങളുടെ ഒരെണ്ണം മതി. താങ്ക് യു ട്ടാ. താങ്ക് യു. ഇനി ആര് ചേച്ചിയുടെ അടുത്തേക്ക്? വായോ. ആകെപ്പാടെ ഇത്രേ ഉള്ളൂ. അയ്യയ്യോ. എടുക്കാൻ. അയ്യോ എനിക്ക് വലിയ സമ്മാനമാണ് ധ്യാനക്കുട്ടി തന്നത്. ലൈറ്റ് ഒക്കെ കത്തുന്നു. ആര്യ ചേച്ചിനെയാണ് ഏറ്റവും ഇഷ്ടം അയ്യോ. കിടിലം. കിടിലം. Thank you, baby. ഇനി ഉണ്ണിയേട്ടൻ. ഞാൻ അടുത്ത പാസ്. അടുത്ത ആൾക്ക് കൊടുക്കാം. ഇതാ നമ്മുടെ ക്രിസ്മസ് ഗിഫ്റ്റ്. അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ ദ ഗിഫ്റ്റ്. ബ്യൂട്ടിഫുൾ. ഇപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരു പാട്ടൊന്ന് കേക്കട്ടെ. ഏത് പാട്ടാണ് പഠിക്കാം. പാടണം? ഒന്ന് പാടിയാ. മിന്നേരി മിന്നേരി മിന്നാമിനി അല്ല, വേറെ അതിപ്പോ പാടാൻ പോണോ പാട്ടില്ല? വേറെ ഏതെങ്കിലും ഒരു പാട്ട് പാടൂ. വേറെ ഏത് മാത്രം അറിയും വേറെ ഒന്നും അറിയില്ല. കണ്ണാത്തുമ്പി തന്നെ പാടി. അത് പാടി കഴിഞ്ഞിരും അത് പാടി പാടി കഴിഞ്ഞു. എന്നാലും സാറില്ല, പാടി കഴിഞ്ഞു. 2 ലൈൻ പാടാം. കണ്ണാൻ തുമ്പി പോരാമോ എന്നോരിഷ്ടം കൂടാമോ നിന്നെ കൂടാറില്ലല്ലോ എന്നിനുള്ളിൽ പൂക്കാറും. വെരി നൈസ്. അപ്പോ വിഷ് യു ഹാപ്പി ക്രിസ്മസ്, വിഷ് യു ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞോ. ഹാപ്പി ന്യൂ ഇയർ എനിക്കറിയില്ല. അതിനെ പറ്റി എനിക്കറിയില്ല. ഓക്കെ, താങ്ക് യു ഫോർ ദ Christmas ഗിഫ്റ്റ്. എനിക്കറിയാം. ഓക്കെ,
ഓക്കെ ഈ ബാഗ് ഞാൻ എടുക്കട്ടെ? അത് പറ്റൂല, വരില്ല. ബാക്കിയെല്ലാം തരാം, ബാഗ് തരില്ല. നിങ്ങ ഈ പോയാ നമുക്ക് പാവയില്ലേ പാടാം. പാവയിൽ ഞെക്കുമ്പോ ആ, അതുപോലത്തെ ഒച്ച. ശബ്ദ. നിങ്ങ പോരെ നമുക്ക് പാട്ട് പാടാം. പാട്ട് പാടാം നമുക്ക്. കണ്ടാ ഞാൻ പറഞ്ഞില്ലേ പാവയിൽ ഞെക്കുമ്പോൾ ശബ്ദം. ഓക്കെ. മിന്നും നക്ഷത്ര പെണ്ണ് മുങ്ങര് മുങ്ങര് പൊന്നിൽ കൂരില് വീട്ടില് കണ്ണേ മിന്നേരി മിന്നേരി മിന്നാമിരുന്നേ മിന്നും നക്ഷത്ര പെണ്ണ് മുങ്ങര് മുങ്ങര് പൊന്നിൽ മുങ്ങര് കൂരില് വീട്ടില് കണ്ണേ സൂപ്പർ സൂപ്പർ. എന്തായാലും ഈ വർഷം അവസാനിക്കുമ്പോ പുതുവർഷം ആരംഭിക്കുമ്പോ ഇതുപോലെയുള്ള ഒരു നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു പെർഫോമൻസ്, ആഹാ എന്തൊരു മനസ്സിന് എന്തൊരു സന്തോഷം അല്ലേ. മധുങ്ങളുടെ വരിയൊക്കെ കറക്റ്റ് മനസ്സിലായില്ലേ? എന്തോ എന്താ ഒരു പാട്ട് കേൾക്കണം മോൾക്ക്. മുട്ടായി മിഠായി മഴ ഉണ്ട്. വെയിറ്റ് ചെയ്യ മുട്ടായി മഴയൊക്കെ വെയിറ്റ് ചെയ്യാം. ഇപ്പൊ ആര്യക്കുട്ടി പാടും ഒരു പാട്ട്. നോക്കോ ചേച്ചി പാട്. പാടൂ. മിന്നടി മിന്നടി മിന്നാമി മുങ്ങി മിന്നുന്ന ശത പൊന്നെ പെണ്ണെ മുങ്ങാരി മുങ്ങാരി പൊന്നിൽ
ഇതിലെ കണ്ടേ. അയ്യോ. അങ്ങനെയല്ല പാടിയെന്ന്. എങ്ങനെയായിരുന്നു? ജ്ഞാനക്കുട്ടിയമാരിയൊന്നും പാടാൻ പറ്റില്ല. എങ്ങനെയായിരുന്നു? മിന്നേരി മിന്നേരി മിന്നാമേനൻ മിന്നുന്ന പെണ്ണേ മുങ്ങരി മുങ്ങരി പൊന്നിൽ മുങ്ങരി കൂരിലെ വീട്ടിലെ കണ്ണു. അങ്ങനെ കണ്ടോ? പാടാം. എങ്ങനെയാ പാടിയത്? എങ്ങനെ പാടാ? എങ്ങനെയാ? ആരെയൊക്കെ ഒന്നും എങ്ങനെയാ അറിയില്ല. പാടി? ആ കൺമണിക്കുട്ടി. ഓ. പൊന്നേന്ന പാടിയ പൊന്നെ. അങ്ങനെ പാടിയതു. സോറി ധ്യാനക്കുട്ടി. അങ്ങനെ പാടിയതു അല്ലേ? Don't repeat. റെഡ്വെല്ലൊക്കെ വട്ട. റിജ്വലിന് അതെന്താ റിജ്വലിന് എന്ത് ചെയ്തു? റിജ്വലിന് വട്ടാന്ന് പറയാൻ എന്താ? റിജ്വലിനാ, ഞാൻ ജഡ്ജുകളുടെ അല്ല റിജ്വലിന് വട്ടാന്ന്. ജഡ്ജുകൾക്ക് അതിന്റെ ഇടയ്ക്ക് റിജ്വലിന് എന്താ വട്ട്? അതെന്താ അവൻ എന്ത് ചെയ്തു? റിജ്വൽ കുട്ടൻ പാവല്ലേ? ചെറിയൊരു കുരുത്തക്കേടൊക്കെ കുർത്തക്കേട്. എന്ത് കുർത്തക്കേടാ? കുർത്തക്കേട്. വട്ടം ഇങ്ങനെയാക്കി. അങ്ങനെ കാണിച്ചോ? അങ്ങനെ ആക്കി കുട്ടികളുടെ അടുത്ത്. ഓ അത് ശരി. ആണോടാ റിജ്വല, നീ അങ്ങനെ ചെയ്തോടാ? ചെയ്തിട്ടുണ്ടോന്ന് അറിയില്ല, ഓർമ്മയില്ല. ഒരു വേണ്ടേ? ഇനി മുട്ടായി വേണ്ടാന്ന്. കൊടുക്കാം. ഡയറി മിൽക്ക് മാത്രം മതി, മുട്ടായി മഴ വേണ്ട. ആ വേണ്ട. ഡയറി മിൽക്ക് മാത്രം വന്നാ മതിയോ മിഠായി മഴയല്ലേ? മിഠായി മഴ. അത് നമുക്ക് മിഠായി മഴ എല്ലാം ഉണ്ട്. വേണ്ട. അത് ഡയറി ഡയറി മിൽക്ക് എടുത്താൽ മതി. അതിൽ എടുത്താൽ മതി, അതിലുണ്ടാവും കേട്ടോ. ഞങ്ങള് പിന്നെ കഴിച്ചോളാം. എനിക്ക് വേറെ കാര്യം പറഞ്ഞു വിട്ടുപോയി. നമ്മുടെ ടോപ്പ് ബാൻഡില് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ Yes. സുബിൻ. യെസ്, ഗിറ്റാർ പകട്ടി. എന്താ ഫീല് ഗിറ്റാറിൽ? അതെ 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 അതെ. ഇത് ധ്യാനക്കുട്ടി പാടെ ഇത്രയും നിഷ്കളങ്കമായ ഒരു വേർഷൻ ഇനി വേറെ കേക്കില്ല. കേൾക്കാൻ പറ്റില്ല. ഇതാണ് അൾട്ടിമേറ്റ്. യെസ്, യെസ് അൾട്ടിമേറ്റ്. മിടുക്കി കുട്ടിയാണ് കേട്ടോ. യെസ്. ആര്യ പാടിയതൊന്നും അതിന്റെ അടുത്തെത്തില്ല. ഞാനൊന്നും അടുത്ത് പോലും എത്തില്ല. അതെ. അപ്പൊ എന്തായാലും നമുക്ക് മിഠായി മഴ ഇല്ലാണ്ട് എന്താ ആഘോഷം? മോളെ ഗംഭീരമായി പാടിട്ടോ. യെസ് ആ ന്യൂ ഇയറിന് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആണ് സമ്മാനം. ജ്ഞാനക്കുട്ടിയുടെ പാട്ട്. യെസ്. ഓക്കെ, ധ്യാനക്കുട്ടിക്ക് വേണ്ടി, നമ്മുടെ കൺമണിക്കുട്ടിക്ക് വേണ്ടി പോരട്ടെ ഒരു മധുര മഴ. മതി. ആ, മതി, Okay, മതി, എന്നാ മതി. bye bye. ഓക്കെ. ഹാപ്പി ന്യൂ ഇയർ. Happy New Year. Happy Christmas. ഹാപ്പി ക്രിസ്മസ്. ബൈ. അതേ അറിയൂ. അവക്ക് ന്യൂ ഇയർ അറിയില്ല. ന്യൂ ഇയർ എത്തിയില്ല. ഹാപ്പി ന്യൂ ഇയർ അറിയില്ല എന്ന് അവളെന്നെ പറഞ്ഞു. ഉണ്ണിയങ്കൾ കുറെ തീർച്ചയായിട്ടും. നാളത്തിന് ശേഷം തിരിച്ചു വന്നല്ലേ, ഒരു റെട്രോ റിവൈൻഡ് കേൾക്കാം അതെ നമുക്ക്. തീർച്ചയായിട്ടും. ഉണ്ണിച്ചേട്ടൻ പഴയ കാലത്തിലേക്ക് ഒന്ന് പോവാം. അതും അല്ല, എന്നെക്കാളും മുമ്പഴേക്കാണ്. അതെ. ഇത് 60s 70s ഒക്കെയാണ്. ഇത് എന്നാ ഉണ്ണിയേട്ടൻ ഉണ്ണിയായിരുന്നു ഇപ്പോൾ ഉള്ള സമയത്ത്. അതെ. ഓക്കെ. നമ്മളൊക്കെ ആസ്വദിച്ചിരുന്ന, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആസ്വദിച്ചിരുന്ന പാട്ടുകളുമായിട്ടാണ് റെട്രോ സോങ്സ് വരുന്നത്. ഉണ്ണിയേട്ടൻ ഉണ്ണിയായിരുന്ന സമയത്തുള്ള പാട്ടുകൾ. Yes. കേൾക്കാം. സത്യം. ഉണ്ണിയങ്കൾ Ready. ഉണ്ണിയായിരുന്നപ്പോ പാട്ട് പാടാനായിട്ട് ഇവിടെ നിന്നല്ല, ബാംഗ്ലൂരിൽ നിന്നാണ് നമ്മൾ ആളെ കൊണ്ടുവന്നിരിക്കുന്നത്. ബാംഗ്ലൂർ അല്ലേ മധു? Bangalore. Yes. അതെ, Yes. നമ്മുടെ Bangalore. ശ്രീയക്കുട്ടി എത്തുന്നു. ലെറ്റ്സ് വെൽക്കം ശ്രീയ ഓൺ സ്റ്റേജ്. ഹലോ. ആരത്? ചേച്ചി. അല്ല മിനുട്ടിയല്ലേ പറഞ്ഞ ശ്രീയ വന്നെന്ന്. ഇത്ര വളർന്നു, ന്യൂ ഇയർ ആയപ്പോഴേക്കും ഇത്ര വളർന്നത് ഞാൻ ഓർത്തില്ല. ഒറ്റ ദിവസം കൊണ്ട് അതെ ശ്രീയ തന്നെയാണോ അത്? ആണോ? അതെ, ന്യൂ ഇയർ അടുത്ത വർഷമായപ്പോ അവള് വളർന്നു. ഓ, ആ, ശരി ശരി. ധന്യവാദങ്ങളും. ധന്യവാദങ്ങളും അങ്ങനെയാണോ പറയുന്നത്? നമസ്കാരം കന്നഡ. അതെ. ധന്യവാദങ്ങൾ എന്ന് വെച്ചാൽ താങ്ക് യു ആണ്. ഓ ശരി, നന്ദിയാണ്. അപ്പൊ എന്താ പറയാ, ശുഭോദയ, നമസ്കാര. നമസ്കാര, നമസ്കാര, നമസ്കാരം. നിಮಗೆ നമസ്കാര. നിಮಗೆ നമസ്കാരം. എന്റെ സാരി എല്ലാം കൊടുത്തിട്ട് റെട്രോ റൗണ്ട് ആണ്. അതുകൊണ്ടാണ്. ഓക്കെ. ഓക്കെ. ശ്രീയക്കുട്ടിക്ക് എന്താ ന്യൂ ഇയർ വിശേഷം? ഞങ്ങൾ എല്ലാരും പറഞ്ഞു. ഞാൻ സെലിബ്രേറ്റ് ചെയ്തു ന്യൂ ഇയർ. ആണോ? ആണോ? ഓൾറെഡി സെലിബ്രേറ്റ് എങ്ങനെയായിരുന്നു സെലിബ്രേഷൻ? അടിപൊളിയായിരുന്നു. കേക്കൊക്കെ കട്ട്. ആണോ? ചെയ്തു. ന്യൂ ഇയർ കേക്ക്. ഓക്കെ. പിന്നെ പിന്നെ എനിക്ക് ചില റിസൊല്യൂഷൻസും ഉണ്ട്. എന്തൊക്കെയാണ് റെസൊല്യൂഷൻ? ഒരു പ്ലാൻ ഉണ്ട്, പിന്നെ ഒരു റിസൊല്യൂഷനും ഉണ്ട്. എനിക്ക് അടുത്ത വർഷം കുറച്ചും കൂടി പ്രൊഡക്റ്റീവ് ആവാന്ന് തോന്നി. ഓക്കെ. Okay. ഈ ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്തിട്ട് ശരി. ഇടയ്ക്ക് എനിക്ക് കുറച്ച് ലേസിനെസ് നല്ലോണം അതൊക്കെ നമുക്ക് വളരെ ഓർഗനൈസ്ഡ് ആവാം അല്ലേ? Yes. കുറച്ച് ഓർഗനൈസ്ഡ് ആയിട്ട്. ഓക്കെ. പിന്നെ എനിക്ക് അടുത്ത വർഷം എന്തായാലും ഔട്ട് ഓഫ് കൺട്രി എവിടെയെങ്കിലും ട്രാവൽ ചെയ്യണം. അത് ഈ വർഷം എന്തായാലും നടക്കട്ടെ. അതെ, നടക്കട്ടെ അത്. ഈ വർഷമല്ല, ഇനി എല്ലാ വർഷങ്ങളും നടക്കട്ടെ. ഓക്കെ. അപ്പോ റെട്രോ റിവൈൻഡിൽ ഏത് പാട്ടാണെന്ന് പാടാൻ പോകുന്നത്? നക്ഷത്ര കിന്നരന്മാർ വിരുന്നു വന്നു. ആഹാ, ബ്യൂട്ടിഫുൾ സോങ്. അടിപൊളി പാട്ട്, ഉഗ്രം പാട്ട്. ഡീറ്റെയിൽസ്. ഇയർ 1972. മൂവി പുഷ്പാഞ്ജലി. മ്യൂസിക് കമ്പോസർ അർജുനൻ സർ. ലിറിസിസ്റ്റ് ശ്രീകുമാരൻ തമ്പി സർ. സിംഗർ സുശീല അമ്മ. വെരി ഗുഡ്. റേഡിയോയിൽ പറഞ്ഞ പോലെ ഉണ്ടായിരുന്നു. അതെ അതെ. ശ്രീയക്കുട്ടി വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇന്ന് സ്പെഷ്യൽ ആയിട്ട് ആരെങ്കിലും കൂടെ വന്നിട്ടുണ്ടോ? എൻ്റെ അച്ഛമ്മയും അച്ഛനും പിന്നെ എൻ്റെ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്. ഓ ഹായ്. ഓക്കെ. നമസ്കാരം.
ആദ്യമായിട്ടാ ടോപ് സിംഗറിൽ വരുന്നത് അല്ലേ? ആദ്യമായിട്ടാണ് വരുന്നത്. അവരുടെ ശരി. എല്ലാ എപ്പിസോഡും കാണും. ആണോ? ആണല്ലേ? പിന്നെ ശ്രീ എനിക്ക് പിന്നെ കാണാണ്ടിരിക്കാൻ പറ്റുമോ? അല്ല, അവരാ ചിലപ്പോ ആദ്യമേ കാണുന്നുണ്ടാവും. അതെ. ശ്രീ ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് കാണുന്നുണ്ടാവും. അതെ, മുടങ്ങാണ്ട് മുടങ്ങാണ്ട് കാണുന്നുണ്ടാവും. അതെ, പാട്ട് കേൾക്കാം അപ്പൊ അല്ലേ? എന്തായാലും ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ഓൾ ദി Thank ബെസ്റ്റ്. you. ബെസ്റ്റ് ഓഫ് ലക്ക്. Thank you. All the best. Thank you. നക്ഷത്ര കിന്നരന്മാർ വീരുന്നു വന്നു, നവരത്ന ചിത്രവേദി ഒരുങ്ങി നിന്നു, യാമിനി കന്യകതൻ മാനസവീണയിൽ സ്വാഗതഗാനം തുളുമ്പി നിന്നു, നക്ഷത്ര കിന്നരന്മാർ വീരുന്നു വന്നു, നവരത്ന ചിത്രവേദി ഒരുങ്ങി നിന്നു. ആൽക്കടൽ തിരമാല പാടി, പാതിര തെന്നലേറ്റു പാടി, പാൽക്കടൽ തിരമാല പാടി, പാതിര തെന്നലേറ്റു പാടി, ശരൽക്കാലമേളയിൽ മുഴുകാൻ ശശിലേഖ മാത്രം വന്നില്ല, കാത്തിരിപ്പൂ രജനി, കാത്തിരിപ്പൂ, നക്ഷത്ര കിന്നരന്മാർ വീരുന്നു വന്നു, നവരത്ന ചിത്രവേദി ഒരുങ്ങി നിന്നു. മലർവന സ്വപ്നങ്ങൾ തേങ്ങി, മണ്ണിന്റെ പ്രതീക്ഷകൾ മിന്നി, മലർവന സ്വപ്നങ്ങൾ തേങ്ങി, മണ്ണിന്റെ പ്രതീക്ഷകൾ മിന്നി, കരിമേഘലഹരിയിൽ അലിഞ്ഞു കനകപ്പൂന്തിങ്കൾ മറഞ്ഞു, കാത്തിരിപ്പൂ രജനി, കാത്തിരിപ്പൂ, നക്ഷത്ര കിന്നരന്മാർ വീരുന്നു വന്നു, നവരത്ന ചിത്രവേദി ഒരുങ്ങി നിന്നു, യാമിനി കന്യകതൻ മാനസവീണയിൽ സ്വാഗതഗാനം തുളുമ്പി നിന്നു, നക്ഷത്ര കിന്നരന്മാർ വീരുന്നു വന്നു. വെരി നൈസ്, വെരി നൈസ്, ബ്യൂട്ടിഫുൾ. വെരി നൈസ്. ശ്രീയ ടീച്ചറെ, യെസ് സർ. അങ്ങനെ വിളിക്കാനാ തോന്നിയത് ഈ സാരി കൊടുത്തപ്പോഴേ. കൊള്ളാം, ഉഗ്രനായിട്ട് പാടി, താങ്ക് യു. വളരെ നന്നായിട്ട് പാടി. എനിക്ക് പല ഭാഗങ്ങളും ഇതിൽ വളരെ 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 ഇഷ്ടപ്പെട്ടു. പല്ലവി
ഭൂരിഭാഗം നന്നായിട്ട് തന്നെ പാടി, എല്ലാം നന്നായിട്ട് പാടി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം എന്നുള്ളത് കാത്തിരിപ്പു രജനി അതല്ലേ, കാത്തിരിപ്പു രജനി കാത്തിരിപ്പു. അതുപോലെ തന്നെ ചരണത്തിലും അത് തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. പിന്നെ എനിക്ക് തോന്നി ചെറിയൊരു പ്രശ്നം വെച്ചാൽ ഈ അനുപല്ലവിയും ചരണവും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള പാൽക്കടൽ, അനുപല്ലവിയുടെ പാൽക്കടൽ, അത് മലർവന, അത് ഡയറക്റ്റ് ഹൈയിലേക്ക് പോകുമ്പോ എനിക്ക് ഇടയ്ക്ക് ശ്രുതി മാറിപ്പോകുന്നു. ആണോ? അതാണ് എനിക്കൊരു ചെറിയ പ്രശ്നം തോന്നിയത്. ബാക്കി ഭൂരിഭാഗവും എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. ആ ഒരു പ്രശ്നം മാത്രമേ എന്ന് തോന്നിയുള്ളൂ എനിക്ക്. ഇനിയിപ്പം ആര്യയ്ക്കൊക്കെ എന്താണ് പറയാനുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എനിക്ക് ഈ ഇത്രയും ഭാഗങ്ങൾ ആണ് ചെറിയ ചെറിയ പ്രശ്നം, ആ ഒരു 2 ഭാഗത്താണ് പ്രശ്നം തോന്നിയത്. ബാക്കിയെല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി, നല്ല വോയിസ് ആണ്. പിന്നെ കുറച്ചും കൂടി ഒരു വോയിസിന് കുറച്ചും കൂടി ഒരു അതെ, കുറച്ചും കൂടി ഒരു പവർ കൊടുക്കണം എന്ന് എനിക്ക് തോന്നി. വളരെ മൈൽഡായി പോയി ചില സ്ഥലങ്ങളിൽ. മൈക്കിന്റെ പൊസിഷനും ഒന്ന് മാനേജ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അടിപൊളി. ഹായ് ശ്രീകുട്ടി. ഹായ് സർ. ശ്രീകുട്ടിയുടെ വോയിസിലൊരു ഭയങ്കര എക്സ്പ്രസീവ് വോയിസ് ആണ് ശരിക്കും. അതെ അതെ, നല്ല ഫീലുള്ള ഒരു വോയിസ് ആണ്. ഏത് പാട്ട് പാടിയാലും വളരെ ഒരു അഴകാണ് കേൾക്കാൻ. അത് ഇന്നും സംഭവിച്ചു. ഞങ്ങൾ 3 ശരിക്കും എൻജോയ് ചെയ്ത് കേട്ടു പാട്ട്. പിന്നെ സുശീലാമ്മയുടെ പാട്ട് എടുക്കുന്ന സമയത്ത് അതിനൊരു പ്രത്യേക ഒരു ധൈര്യം തന്നെ വേണം. സുശീലാമ്മയുടെ ആ പെർഫെക്ഷനും ഒരു കുനുകുനങ്ങനെ സംഗതികളും, ചെറിയ ചെറിയ സംഗതികൾ, സുശീലാമ്മ തന്നെ അറിയില്ല ആ സംഗതികൾ വരുന്നത്. അത്രയും ഭംഗിയായിട്ട് ഒരു തരം അല്ലേ, ആ ഒരു പൊടി സംഗതീസ്. പിന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് പാടിയ ഒരു സ്ഥലമാണ് യാമിനി. അതിങ്ങനെ ചേരുമ്പോഴല്ലോ അതൊരു ഭയങ്കര സുഖമായിരുന്നു. ബ്യൂട്ടിഫുൾ ആയിട്ട് പാടിയത്. ഹോൾ സോങ് നന്നായി പാടി. ഓൺലി തിങ് ഇസ് ഈ ഒരു സംശയം വന്നതാണ്. ഓക്കെ, 2026 മാറ്റിയെടുക്കാം. പുതിയ റെസൊല്യൂഷന്റെ കൂട്ടത്തിൽ ഇതും കൂടി അങ്ങോട്ട് അവിടെ അതെ, മെന്റൽ ബ്ലോക്ക് വേണ്ട അവിടെ കേട്ടോ. ധൈര്യമായിട്ട് പാടിക്കോളും. മതി. ഓക്കെ, സമ്മതിച്ചു. ഇനി പാടണ്ട. അടിപൊളിയാണ്. കോമ്പറ്റീഷന്റെ സമയം കഴിഞ്ഞോണ്ടാണ് ഇങ്ങനെ നന്നായിട്ട് പാടിയത്. അതെ, ധൈര്യമായിട്ട് പാടി. ടെൻഷൻ പോയപ്പോഴത്തേക്കും. അതെ, അപ്പൊ അങ്ങനെ സംശയമില്ലാതെ പാടിയാൽ മതി എപ്പോഴും കേട്ടോ. ബ്യൂട്ടിഫുൾ. ബെസ്റ്റ് ഓഫ് ലക്ക് ടു യു. ഗുഡ് ലക്ക്. എനിക്ക് ആ പാടി കഴിഞ്ഞിട്ട് അതിന്റെ സെക്കൻഡ് റിപ്പീറ്റ് ഒക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ കേൾക്കാൻ വേണ്ടിയിട്ട്. അതേ ലൈൻ, ആ തുടക്കത്തിൽ മാത്രമാണ് ഒരു ചെറിയൊരു പാളിച്ച വന്നത്. പിന്നെ രജനി, ഭയങ്കര രസമായിരുന്നു ശ്രീകുട്ടി. ബ്യൂട്ടിഫുൾ കേട്ടോ ശ്രീകുട്ടി. അപ്പോ ശിവരഞ്ജിനി രാഗത്തില് ഒരുപാട് മലയാളം സിനിമാ ഗാനങ്ങളുണ്ട്, അല്ലാണ്ട് ഒരുപാട് പാട്ടുകളുണ്ട്. യൂഷ്വലി ഒരു സാഡ് റൊമാൻസ് അല്ലെങ്കിൽ ഒരു സാഡ്നെസ് ഡെപ്പിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രാഗം പതിവായിട്ട് ഉപയോഗിക്കുന്നത്. ഇതില് എന്റെ ഫേവറേറ്റ് സോങ് ദക്ഷിണാമൂർത്തി സ്വാമികളുടെ അവൾ ചിരിച്ചാൽ മുത്തു ചിതറും ആ മുത്തോ നക്ഷത്രമാകും. പറഞ്ഞില്ലേ, സാഡ്നെസ് മാത്രമല്ല, നമ്മുടെ റേഡിയോ സ്റ്റാർട്ട് ചെയ്യണത് ഈ രാഗത്തിലാ, ദൂരദർശൻ സ്റ്റാർട്ട് ചെയ്തിരുന്ന ഈ രാഗത്തിലാ. റേഡിയോയുടെ സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ ആദ്യം തന്നെ അത് റേഡിയോ. ദൂരദർശൻ പണ്ട് സ്റ്റാർട്ട് ചെയ്തിരുന്നേ ദൂരദർശൻ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അതെ, അത് ടെമ്പിളൊക്കെ ആയിട്ട് ഇങ്ങനെ വരും. അപ്പൊ അത് ശുഭസൂചകവും കൂടിയാണ്. അല്ല, ഒരു കാംനെസ്സും കൂടെ ഈ രാഗത്തിനുണ്ട്. പിന്നെ ഇതിന്റെ റൊമാൻറ്റിക് സൈഡ് എന്ന് പറഞ്ഞാൽ സാഡ് റൊമാൻസാ. അതായത് രണ്ടുപേരും സന്തോഷായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിരഹമാണ്. പക്ഷെ ഗുഡ്, നിനക്ക് നല്ലത് എനിക്ക് നല്ലത്, അങ്ങനത്തെ ഒരു സാഡ് റൊമാൻസ് ആണ് ഇതിന്റെ പേര്. അപ്പൊ ഒരു കുറച്ചൊരു സ്പെഷ്യൽ സാധനമാണ്. അപ്പൊ അതിലത്തെ പാട്ടാണ് അവൾ ചിരിച്ചാൽ എന്ന് പറഞ്ഞിട്ട്. അവൾ ചിരിച്ചാൽ മുത്തു ചിതറും ആ മുത്തോ നക്ഷത്രമാകും. അവൾ ചിരിച്ചാൽ മുത്തു ചിതറും ആ മുത്തോ നക്ഷത്രമാകും. അതു കണ്ടാൽ കരളിൽ കൊണ്ടാൽ
ഏതു പകലും രാത്രിയാകും ആ നക്ഷത്രരത്നങ്ങൾ മാറിയണിഞ്ഞാലാകാശമാകും അവൾ ചിരിച്ചാൽ മുത്തു ചിതറും ആ മുത്തോ നക്ഷത്രമാകും ആ മുത്തോ നക്ഷത്രമാകും ആ മുത്തോ നക്ഷത്രമാകും. അടിപൊളി Yes. അല്ലേ? ശരിക്കും റെട്രോ റിവൈൻഡ് ആയില്ലേ? എന്തായാലും വളരെ നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ഞാൻ കാണുന്നുണ്ട്. താങ്ക് യു സർ. പിന്നെ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. വോയിസ് ഒന്ന് കുറച്ചും കൂടി ത്രോ കൊടുക്കണം. ആ ഒരു സംശയം മെന്റൽ ബ്ലോക്ക് മാറ്റിയെടുക്കണം. ഇന്ന് രണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇന്ന് കിട്ടിയിരിക്കുന്ന മാർക്ക് 98.75 ഔട്ട് ഓഫ് 100. എക്സലന്റ് മാർക്ക്. അപ്പൊ ഷിയക്കുട്ടി ഹാപ്പി ന്യൂ ഇയർ. ബ്ലോക്ക് കടിച്ചു പിടിച്ച് കളഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം വരണം. എന്തായിരുന്നു പുതിയ റെസൊല്യൂഷൻ? ആദ്യം തന്നെ മെന്റൽ ബ്ലോക്ക് കളയാ. അതെ. അതാണ്. രണ്ടാമത് ട്രാവൽ ചെയ്യാം Yes. സുഹൃത്തിന്റെ കൂടെ. അതെ. മൂന്നാമത് എല്ലാം ഓർഗനൈസ്ഡ് ആയി വെക്കുക. Laziness കളയാ. അപ്പൊ പോയി ഇനി പുതിയൊരു ലേസിനെസ് മനുഷ്യനായിട്ട് ലേസിനെസ് കളയാ. അതെ, ഇതൊക്കെ കളഞ്ഞ് പുതിയൊരു മനുഷ്യനായിട്ടായിരിക്കും ഇനി ശ്രീകുട്ടി അത് തിരിച്ചു കാണാൻ വരുന്നത്. പോകുന്നത്. Yes. അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ്. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ ടു യു. ഇത് Yes. നമ്മുടെ ന്യൂ ഇയർ സ്പെഷ്യൽ ടോപ്പ് സിംഗറിന്റെ എപ്പിസോഡില് നമുക്ക് എല്ലാവർക്കും ഒത്തിരി സന്തോഷമാവുന്ന ഒരു കാര്യമുണ്ട്. കാരണം ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് വരാൻ പോവാണ്. സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നിങ്ങൾക്കും എനിക്കും നമ്മുടെ പ്രേക്ഷകർക്കും ഒക്കെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ വരാൻ പോകുന്നത്. പേര് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒത്തിരി സന്തോഷം കിട്ടുന്ന ഒരാളാണ്. കാരണം ഒരുപാട് നല്ല നല്ല പാട്ടുകൾ കൊണ്ട് മലയാളി പ്രേക്ഷകർക്കും നമുക്ക് എല്ലാവർക്കും നല്ല നല്ല പാട്ടുകൾ സമ്മാനിച്ചിട്ടുള്ള ഒരാളാണ് വരാൻ പോകുന്നത്. നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം സംഗീത സംവിധായകൻ മോഹൻ സിത്താര സാറാണ് എത്തിയിരിക്കുന്നത്. ആഹാ. ലെറ്റ്സ് വെൽക്കം മോഹൻ സാർ ഓൺ സ്റ്റേജ്. നമസ്കാരം മോഹൻ ചേട്ടാ. നമസ്കാരം. 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 മധു. ചേട്ടാ നമസ്കാരം. ആരും വെൽക്കം ടു ടോപ്പ് സിംഗർ. ഒത്തിരി നാളിന് ശേഷം ടോപ്പ് സിംഗറിൽ വീണ്ടും അതെ അല്ലേ? അതെ അതെ കുറെ കാലമായി വന്നിട്ട്. അതെ, പക്ഷെ ഈ വരവിനൊരു പ്രത്യേക കാരണമുണ്ട്. അതെ 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 കാരണം മോഹൻ സിത്താര സാറിന്റെ 40 വർഷം മ്യൂസിക്കിലുള്ള 40 വർഷം നമ്മുടെ ഫ്ലവേഴ്സും കൂടെ കൂടി നമ്മൾ ഒന്നിച്ച് സെലിബ്രേറ്റ് ചെയ്യാണ്. മോഹന സംഗീതം എന്നാണ് ഷോയുടെ പേര്. അത് ഉടനെ നടക്കാൻ പോവാണ് അല്ലേ? അത് ജനുവരി 2-ാം തീയതിയാണ് നടക്കുന്നത്. ഇത് നമ്മുടെ ഫ്ലവേഴ്സും മാംഗോ ഇവന്റ്സ് ആൻഡ് മീഡിയയും ചേർന്നാണ് നടത്തുന്നത് അല്ലേ? അതെ അതെ അതെ. ഓക്കെ. അതുപോലെ ഷെഫിക്ക് എൻ്റെ ഒരു ഇന്റിമേറ്റ് ഫ്രണ്ടാണ്. ഓ, പുള്ളിയാണ് മാംഗോ ഇവന്റ്സിന്റെ, ഓ. മാനേജിങ്. അതുപോലെ എനിക്ക് കൂടുതൽ നന്ദി പറയേണ്ടത് നമ്മുടെ ശ്രീകണ്ഠൻ ചേട്ടനോടാണ്. കാരണം അവരുടെ ഒരു ഇൻട്രസ്റ്റോട് കൂടിയാണ് ഇതൊക്കെ നടത്തുന്നത് തന്നെ. ഒരു 40 വർഷം ആയെന്ന് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. അപ്പൊ സാർ നമുക്ക് ഈ ഇവന്റിൽ ആരെയൊക്കെ പ്രതീക്ഷിക്കാം? ആരൊക്കെ ഉണ്ടാവും അവിടെ? ഇപ്പോഴത്തെ മെയിൻ സിംഗേഴ്സ് ഒക്കെ ഉണ്ടാവും. ഇപ്പോ MG ശ്രീകുമാർ, പിന്നെ നമ്മുടെ MG അങ്കിള്, പിന്നെ നമ്മുടെ മധു ബാലകൃഷ്ണൻ, ഓ നമ്മുടെ മധു അങ്കിള്, പിന്നെ അഫ്സൽ, ഓ അൻവർ സാദത്ത്, പിന്നെ അവിൻ മോഹൻ സിത്താര എൻ്റെ മകൻ, ഓ പിന്നെ ഒരു ബാലഗോപാലൻ തമ്മിയുണ്ട്. പൂത്തുമ്പി പൂങ്കഴുത്തിൽ താലി കെട്ടിയതാരാണെന്ന് പറഞ്ഞ പാട്ട് പാടിയ അദ്ദേഹമുണ്ട്. പിന്നെ ഒരു സിയാദ് എന്ന് പറഞ്ഞൊരു നല്ലൊരു സിംഗറുണ്ട്. പിന്നെ പ്രദീപ് എന്ന് പറഞ്ഞൊരു സിംഗറുണ്ട്. കറുപ്പിനഴക്, ഓ അതിലൊരു പോർഷനൊക്കെ അവൻ പാടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ മ്യൂസിക് കോളേജിലെ കുറച്ച് വിദ്യാർത്ഥികൾ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. ജോത്സ്ന ചേച്ചി, പിന്നെ ജോത്സ്ന, മഞ്ജരി ചേച്ചി, പിന്നെ അമൃത സുരേഷ്, അവരൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു 19 പേരോളം ഉള്ളൊരു വലിയൊരു ഓർക്കസ്ട്രയും കാര്യങ്ങളും. ഇതില് മോഹൻ ചേട്ടൻ പറഞ്ഞ സിയാദ് ഇവിടുത്തെ ഗ്രൂമറാണ്. അതെ അതെ ചേട്ടൻ നമ്മുടെ ഇവിടുത്തെ ഗ്രൂമറാണ്. അതെ അതെ. ഞാൻ സിയാദിനെ കൊണ്ട് 1-2 പടത്തിൽ ഇപ്പൊ പാടിപ്പിച്ചിട്ടുണ്ട്. അടിപൊളി. നമ്മുടെ പ്രേക്ഷകർക്കും നമുക്കൊക്കെ മോഹൻ സിത്താര സാറിന്റെ പാട്ടുകളിൽ കൂടെയുള്ള ഒരു നല്ലൊരു ജേർണി ആയിരിക്കും. ന്യൂ ഇയർ ട്രീറ്റ്. അതെ അതെ. ന്യൂ ഇയർ ട്രീറ്റ്.
താങ്ക് യു അപ്പൊ സന്തോഷം സാർ, ടോപ്പ് സിംഗറിൽ വീണ്ടും വന്നതിന്, ഇത്രയും സന്തോഷമുള്ളൊരു വാർത്തയുമായിട്ട് വന്നതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി സന്തോഷം. അപ്പൊ ഇന്ന് നേരിട്ട് നമുക്ക് ഇവിടെ ഇരുന്ന് നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 6 കുട്ടികളുടെ പാട്ട് കേൾക്കാം. ഓക്കെ, വെൽക്കം. താങ്ക് യു സാർ. ചെമ്മാനം പൂത്തി പുതുസിന്ദൂരം തൊട്ടി പനയോല കെട്ടി പന്തലൊരുക്കി കാത്തിരിക്കടി പെണ്ണാളെ കമ്മാരക്കടവത്ത് വഞ്ചിയണഞ്ഞടി കുയിലാളെ വഞ്ചിയണഞ്ഞടി കുയിലാളെ. എന്നെ തന്നെ വിളിക്കണം. അവിടെ ഞാൻ വിളിക്കൂ. അതെ, എന്തുകൊണ്ടാണ്? സെലിബ്രേഷൻ റൗണ്ട് ആണ്. അതെ, നമ്മുടെ സെലിബ്രേഷൻ റൗണ്ട് വന്നെത്തിയിരിക്കുകയാണ്. ഈ സെലിബ്രേഷൻ റൗണ്ട് നമ്മൾ എല്ലാവരും കാത്തിരുന്ന ഒരു സെലിബ്രേഷൻ റൗണ്ടാ. കാരണം ഒരുപാട് വെറൈറ്റി പാട്ടുകളൊക്കെ പാടി നമ്മളെ ഞെട്ടിച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ ഫാൻ ബേസ് തന്നെയുള്ള കുഞ്ഞാറ്റ കിളിയാണ് എത്തുന്നത് സെലിബ്രേഷൻ റൗണ്ടുമായിട്ട്. ലെറ്റ്സ് വെൽക്കം സുഭദ്ര കുട്ടി ഓൺ സ്റ്റേജ്. നമ്മുടെ ന്യൂ ഇയറിന് പറ്റിയ ഒരു പാട്ടുമായിട്ടായിരുന്നു. തിളക്കമാണല്ലോ അല്ലേ? തിളങ്ങാണല്ലോ, കാണാൻ ഒരുപോലെ ഇരിക്കുന്നു അല്ലേ? നമ്മുടെ അത് മാത്രല്ല മധുങ്കളി ഇങ്ങോട്ടേക്ക് നോക്കൂ, ആ ഓഡിയൻസിന്റെ സ്ഥലത്തേക്ക് നോക്കൂ. ഇവിടെയും വെറൈറ്റി ആണല്ലോ, ഒരു യൂണിഫോം. അതെ, അതാരാ കുഞ്ഞാറ്റത്? ഫോക്ക് ഇന്ത്യന്റെ നാടൻ പാട്ടിന്റെ ഇന്ത്യ കുഞ്ഞാറ്റയുടെ നാടൻ പാട്ടിന്റെ ടീമാണ്. ഫോക്ക് ഇന്ത്യ എന്ന നമ്മള് നാടൻപാട്ട് ടീമാണ്. ഞങ്ങൾ ആലപ്പുഴ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അപ്പോ കുഞ്ഞാറ്റ പാടിയ ഒരു പാട്ട് സജീഷ് പാടിക്കൊണ്ടിരുന്ന പാട്ടായിരുന്നു. സജീഷിന് ചിറ്റ ലൈലച്ചിറ്റ 19 വർഷങ്ങൾക്ക് മുമ്പ് പകർന്നു കൊടുത്ത കിട്ടിയ ഒരു പാട്ടായിരുന്നു പടക്കളം എന്ന പാട്ട്. സജീഷ് പാടിയ പാട്ട് നന്നായിട്ട് കുഞ്ഞാറ്റ പാടിയിട്ടുണ്ട്. കുഞ്ഞാറ്റയുടെ സപ്പോർട്ടേഴ്സ് ആണ് ഞങ്ങൾ. അപ്പൊ ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഒരു പാട്ട് നമുക്ക് കേൾക്കാൻ പറ്റുമോ? ന്യൂ ഇയർ ഒക്കെ ആയിട്ട് ഒരു സ്പെഷ്യൽ പെർഫോമൻസ്. തീർച്ചയായും ഞങ്ങൾ ഒരു പെർഫോമൻസ് ചെയ്യും. താങ്ക് യു സോ മച്ച്. ഞങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ഓക്കെ, ഏത് പാട്ടാന്ന് പറഞ്ഞേ? മാനത്തെ ചന്ദ്രനത്തൊരു. അടിച്ചുപൊളി പാട്ടാണല്ലോ. പോരട്ടെ, ഡീറ്റെയിൽസ്. ഫിലിം ചന്ദ്രലേഖ. പിന്നെ ചന്ദ്രലേഖ. പിന്നെ വർഷം 1997. മ്യൂസിക് ബേണി സാറും വിഘ്നേഷ് സാറും. പിന്നെ ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാർ. പാടിയത് MG ശ്രീകുമാർ സാറും മാൽഗുഡി ശുഭ മാഡം. വെരി ഗുഡ്. വളരെ വളരെ ശരിയാണ്. താങ്ക് യു. ഇനി നമുക്ക് പാട്ടിലേക്ക് കിടക്കാം. ഓക്കെ കുഞ്ഞാറ്റ ബേബി, അതിനു മുൻപ് എനിക്ക് ന്യൂ ഇയറിന് എന്തൊക്കെ റെസൊല്യൂഷൻ എടുത്തു എന്ന് അറിയണം. തീരുമാനിച്ചിട്ടില്ല. ഒന്നും തീരുമാനിച്ചില്ലേ? ഡിസംബർ 31 എന്നാ ഇന്ന് വൈകുന്നേരം ചിന്തിക്കാം. ആണോ? ഇത് വൈകുന്നേരമാ. ശരിയാണ്, ഇത് രാത്രിയാ. കിടക്കുന്നതിന് മുമ്പ് അല്ലേ? നാളെ മുതൽ ഞാൻ നന്നാവണേ എന്ന് പ്രാർത്ഥിച്ചോ? നാളെ മുതൽ ഞാൻ നന്നാവണേ ഭഗവാനേ. അപ്പൊ ഇത് കിടക്കുന്നതിന് മുമ്പ് തീരുമാനിക്കും അല്ലേ? തീരുമാനിക്കും. നേരത്തെ എഴുന്നേക്കൊന്ന് തീരുമാനിക്കും. എന്തായാലും ഒരു ഗംഭീര വർഷമാവട്ടെ അടുത്ത വർഷം. അപ്പൊ നമുക്ക് ഈ പാട്ടിലൂടെ നമ്മളെല്ലാം ഇപ്പൊ വിട്ടുപോയ ശ്രീനി ചേട്ടന്റെ ഓർമ്മകളിലേക്ക് പോകാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ബേബി. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
വെരി നൈസ്, വെരി നൈസ്. കുഞ്ഞാറ്റെ എന്തോ നന്നായിരുന്നു, അടിപൊളിയായിട്ട് പാടി താങ്ക് യു സാർ. കേട്ടോ. കുഞ്ഞാറ്റയുടേതായിട്ടുള്ള ചില പ്രത്യേകതകളൊക്കെ ഈ പാട്ടിലുണ്ടായിരുന്നു. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെയുള്ള പാട്ടുകളിൽ കൂടെയൊക്കെ കുഞ്ഞാറ്റ തെളിയിക്കുകയാണ് ഏത് പാട്ടും എനിക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും. മിടുക്കിയാണ്, മിടുക്കി. താങ്ക് യു സാർ. അറബി പൊന്നൂതി ഒരുക്കിയില്ലേ, അതൊന്ന് പാടിയേ. അറബി പൊന്നൂതിയുരുക്കി, അറബി പൊന്നൂതി ഒരുക്കി. അറബി പൊന്നൂതിയുരുക്കി, അണിവാതിൽ ഓക്കെ ഓക്കെ പണിഞ്ഞ. ഓക്കെ. പിന്നെ എനിക്ക് തങ്കവള ഇട്ടോളെ, അതുതന്നെ പുഞ്ചിരി പൂന്തേനെ, അതിന്റെ ആ ഒരു സംഭവം, അതിന് പ്രത്യേകിച്ച് മുത്തീവിയാകും നീ എന്നുള്ളതല്ലേ, അതിനൊരു പ്രത്യേക ഒരു സ്റ്റൈൽ കൊടുത്തു, അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു സാർ. തങ്കവള അതൊന്ന് പാടി. തങ്കവള ഇട്ടോളേ. ആ അതൊന്ന് ശരിയാക്കണം. അതുണ്ട്. തങ്കവള ഇട്ടോളെ ഒരു ഗമകം തങ്കവള ഇട്ടോളേ. അതൊന്ന് ശരിയാക്കണം. ബാക്കിയെല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു സാർ. ഉഗ്രനായിട്ട് പാടി. താങ്ക് യു. പിന്നെ ലാസ്റ്റ് ഒരു കുറച്ച് ഒരു ബ്രത്ത് കിട്ടാത്തതുകൊണ്ട് വിട്ടുപോയി. മറന്നുപോയതാണോ ശ്വാസം കിട്ടാത്തതാണോ? ശ്വാസം കിട്ടാത്തതുകൊണ്ട് അത് വിട്ടു കളഞ്ഞു അല്ലേ? മാനത്തെ ചന്ദ്രൻ ഒത്തൊരു വരെ. പക്ഷെ അത് ഭംഗിയായിട്ട് പാടാൻ പറ്റും, നമുക്കെല്ലാവർക്കും അറിയാം. കാരണം എത്രയോ പാട്ടുകൾ പാടി ഇവിടെ പ്രൂവ് ചെയ്ത ആളാണ്. ബാക്കിയെല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു സാർ. ഹായ് കുഞ്ഞാറ്റക്കുട്ടി. ഹായ് സാർ. അറബിക് ടച്ചസ് ഒക്കെ എന്ത് ഭംഗിയായിട്ട് പാടുന്നത് താങ്ക് യു അല്ലേ? സാർ. താങ്ക് യു. അതിലൊരു ഗ്രഞ്ച് പാടിയ ശുഭ പാടിയിട്ടുള്ള ഒരു സാധനം ഒന്നുകൂടി കേൾക്കാതെ. ഓ കിനാവിന്റെ കാണാത്തേരിൽ. ആ സ്റ്റൈലിഷ് ആണ് എല്ലാ, ആ ഒരു ശരിക്കുള്ള ഡൈനാമിക്സ് ഒക്കെ ശരിക്കും അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതെ അതെ അതിഗംഭീരമായിരുന്നു. താങ്ക് യു. എല്ലാ വെറൈറ്റി ഓഫ് സോങ്സ് നോക്കിക്കഴിഞ്ഞാല് നല്ലൊരു ഡൈവേഴ്സിഫൈഡ് വെരി എക്സലന്റ് ടാലന്റ് യു ആർ. താങ്ക് യു സാർ. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇത് മറക്കാതെ വരണം, ലൈൻസ് മറക്കരുത്. കാരണം അവിടെ ഒരു ഭയങ്കര ഗ്യാപ്പ് ഫീൽ ചെയ്തു. അവിടെ കൂടിയിരിക്കുന്ന ഫാൻസിനെ വിഷമിപ്പിക്കരുത് കേട്ടോ. അതെ, വളരെ പ്രതീക്ഷയിലിരിക്കുകയല്ല ഇവിടെ ഇരിക്കുന്നുണ്ട് കുറെ പേര്, എല്ലാവരും. അതെ, പുറത്ത് കുറെ ഉണ്ട്. അയ്യോ എന്ത് പറ്റി എന്ന് തോന്നിപ്പിക്കരുത്. കാരണം അത്രയും നല്ലൊരു സിംഗറാ മോള്. 2026 നമുക്ക് കുഞ്ഞാറ്റയുടെ വർഷമായി മാറ്റണം. ഏറ്റോ പ്രോമിസ്. ഗുഡ്, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു സാർ. പിന്നെ ആ ഇടയ്ക്കുള്ള സ്റ്റെപ്പൊക്കെ കൊള്ളാട്ടാ, നന്നായി ചെയ്യുന്നുണ്ട്. ഗ്രേസ് ഉണ്ട്, ചെറിയ ചെറിയ സ്റ്റെപ്സ് ഒക്കെ ഇട്ടില്ലേ അറബിക് സ്റ്റൈലിൽ. നല്ല ഗ്രേസ് ഉണ്ട് മോള് ഡാൻസ് ചെയ്യുന്നത്. ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സാർ. കുഞ്ഞാറ്റക്കിളി എന്തോ എന്തൊരു പവറാടാ നീ പാടുമ്പം. ഭയങ്കര രസമുണ്ട്. എസ്പെഷ്യലി ആ അറബിക് ടച്ച് വരുമ്പോഴത്തേക്ക് ഭയങ്കര രസമുണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. താങ്ക് യു ചേച്ചി. മൊത്തത്തിൽ എപ്പോഴും പറയുന്ന പോലെ കുഞ്ഞാറ്റയുടെ ഐഡന്റിറ്റി അവിടെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് എവിടുന്ന് കേട്ടാലും പറയും ആ കുഞ്ഞാറ്റയാണ് ഇത് പാടിയിരിക്കുന്നത്. അത് അതുപോലെ വെച്ചോണ്ട് തന്നെ നല്ല മിടുക്കിയായിട്ട് അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട്. താങ്ക് യു ചേച്ചി. എങ്ങനെ ഉണ്ടായിരുന്നു കുഞ്ഞാറ്റയുടെ പാട്ട്? അസലായിരുന്നു മോളെ. താങ്ക് യു. മോളെ പ്രായം അനുസരിച്ചിട്ട് നോക്കുമ്പോൾ ഭയങ്കര പക്വത ഫീൽ ചെയ്യുന്നു മോളെ പാട്ടില്. അതുപോലെ നമ്മളെ ഗ്രൂപ്പ് പാടുന്ന മക്കളൊക്കെ അടിപൊളിയായി പാടി കേട്ടോ. അതുപോലെ ഓർക്കസ്ട്ര ഭയങ്കര ക്ലീൻ ആയിരുന്നു, സ്റ്റൈലായി വായിച്ചു. നമ്മൾ പാട്ട് പഠിക്കുമ്പോഴേ കൂടുതലും അതിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അല്ലാണ്ട് ഒരു എന്താ പറയുക റഫായിട്ട് കേട്ട് പഠിക്കല്ല. ചിലപ്പോൾ ചില സ്ഥലത്ത് ഒരു കുണുക്കും ഒരു തോണ്ടലൊക്കെ ആയിരിക്കും. അത് അതേപോലെ തന്നെ പാടിയാലാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുക. ശ്രീകുട്ടൻ ഭയങ്കര പഞ്ചിലാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. മോൾ കുറച്ചുകൂടെ പഞ്ചിൽ പാടുമായിരുന്നെങ്കിൽ കുറച്ചും കൂടി രസമായേനെ. ഓക്കെ മോളെ, താങ്ക് യു. താങ്ക് യു. ഇതുപോലെ അനേകം ഗായകർക്ക് മുക്കും മൂലയും കൊണുക്കും അതൊക്കെ പറഞ്ഞു കൊടുത്ത് മനസ്സിൽ ഇന്നും തങ്ങി നിൽക്കുന്ന പാട്ടുകളെല്ലാം സമ്മാനിച്ച കഴിഞ്ഞ 40 വർഷമായിട്ട് നമുക്ക് സമ്മാനിച്ചു കൊണ്ടിരിക്കുന്ന മോഹൻ ചേട്ടന്റെ ഒരു പ്രോഗ്രാം വരികയാണ്, മോഹന സംഗീതം. ഈ വരുന്ന 2-ാം തീയതി, ഈ ജനുവരി 2-ാം തീയതി ഫ്ലവേഴ്സ് അവതരിപ്പിക്കുകയാണ്. 40 വർഷം ആയിന്ന് തോന്നണേ ഇല്ല. അതാണ് ഇന്നാള് വന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഒരിക്കലും ഞാൻ ഒരു മ്യൂസിക് ഡയറക്ടർ ആവുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. നല്ല വയലിനിസ്റ്റ് ആവണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് തന്നെ വന്നത്. സംഗീത സംവിധായകൻ ആക്കണമെന്ന് എൻ്റെ സുഹൃത്ത് TK രാജീവ് കുമാറിൻ്റെ ഒരു ആഗ്രഹമായിരുന്നത്. രാജീവ് എന്നോട് ആദ്യമായിട്ട് പറഞ്ഞു, അങ്ങനെ ഒരു ചെറിയൊരു പടം വരുന്നുണ്ട്, അപ്പോൾ അതിനൊന്ന് മ്യൂസിക് ചെയ്യണമെന്ന് പറഞ്ഞു. അതിന് മുന്നേ ഞാൻ തരങ്കിണി സ്റ്റുഡിയോയിൽ പല മ്യൂസിക് ഡയറക്ടേഴ്സും വരും ചെന്നൈയിൽ നിന്ന്. അപ്പോൾ അവർക്കെല്ലാം ഞാൻ അസിസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ സിത്താര മ്യൂസിക് ക്ലബിലൊക്കെ ചില വലിയ പ്രോഗ്രാമിനൊക്കെ ഞാനായിരുന്നു കണ്ടക്ട് ചെയ്തിരുന്നത്. അങ്ങനെ എന്നിലുള്ള കഴിവ് മനസ്സിലാക്കിയിട്ടാണ് TK രാജീവ് കുമാർ പിന്നെ നവോദയത്തോട് പറഞ്ഞത്. അപ്പോൾ രാജീവ് ഇങ്ങനെ പറഞ്ഞു, പക്ഷെ ഞാൻ അത്ര കാര്യമാക്കിയില്ല. കാരണം ഞാൻ ഓർക്കസ്ട്രേഷൻ കുഴപ്പമില്ലാതെ ചെയ്യും,
പക്ഷെ പാട്ടൊന്നും ട്യൂൺ ചെയ്തിട്ട് എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. പിന്നെ രാജുവിൻ്റെ ഒരു നിർബന്ധപ്രകാരമാണ് ഞാൻ എറണാകുളത്തേക്ക് ചെല്ലുന്നതും നവോദയയിൽ എത്തിപ്പെടുന്നതും. അങ്ങനെ ആണ് എൻ്റെ ആദ്യത്തെ സംഗീതം ഉത്ഭവിക്കുന്നത്. 1 മുതൽ 0 വരെ. അന്ന് ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞതാണ്, ആദ്യം ഞാൻ കമ്പോസ് ചെയ്തൊരു പാട്ടുണ്ട്. അവരെന്നോട് പറഞ്ഞൊരു ലലബി ഉണ്ടാക്കാൻ പറഞ്ഞു. ജിജോ സാറ് എന്നുവെച്ചാൽ നവോദയയുടെ അപ്പച്ചൻ സാറിൻ്റെ മകൻ ജിജോ സാറ് ഒരു മെലഡി ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തപ്പിപ്പിടിച്ച് ഹാർമോണിയത്തിലൊക്കെ തപ്പിപ്പിടിച്ച് താനാനിൻ തന്നത്താനാനിൻ ദേരേ ദാരെ താരേ ദാരി ദാരാ ദാരി ദാരാ ദേരേ ദാരേ ദാരി തേരേ അങ്ങനൊരു ട്യൂണുണ്ടാക്കി. അപ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ എന്നങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്, ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് എനിക്കറിയില്ല. പിന്നെ അവർ കുറേ ഹിന്ദി പാട്ടുകളൊക്കെ കേൾപ്പിച്ചു തന്നു റെഫറൻസിന്. അതെ. പക്ഷെ കേട്ടു, അതൊരു ചെവിയിൽ കൂടെ വിട്ടുന്നു. പിന്നെ അതിന് ശേഷമാണ് വേറെ ഒരെണ്ണം കൂടെ ഉണ്ടാക്കാൻ പറഞ്ഞവർ. അങ്ങനെയാണ് താരേ ദാരേ താരേ ധീരേ ദാരേ ദാരേ ധീരേ ധീരേ ദാരേ എന്നൊരു ട്യൂൺ ഉണ്ടാക്കുന്നത്. അതവർ പറഞ്ഞു ഓക്കെ ആയിന്ന്. അങ്ങനെയാണ് ONV സാറിനെ വിളിക്കുകയും ആ പാട്ടിന് ലിറിക്സ് എഴുതുകയും അങ്ങനെയാണ് ഞാൻ മ്യൂസിക് ഡയറക്ടർ ആവുന്നത്. അങ്ങനെയാണ് വേണുചേട്ടൻ ആദ്യം പ്ലേബാക്ക് സിംഗർ ആവുന്നത്. 40 വർഷമായി വേണുഗോപാലാണ് ആ പാട്ട് പാടിയത്, അതുപോലെ തന്നെ ചിത്രയും. ഈ സമയത്ത് ഞാൻ മലയാളികളായ എൻ്റെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരോടും നന്ദി പറയുന്നു. കാരണം നിങ്ങൾക്ക് കൂടിയാണ് എന്നെ മോഹൻ സിത്താരാക്കിയത്. ആ ഒരു നന്ദിയും കടപ്പാണ് ഈ സമയത്ത് ഞാൻ നിങ്ങളോട് പറയാണ്. ഞാൻ ഈ സിനിമ കണ്ടിട്ടുണ്ട്. എനിക്ക് ശ്രീനിവാസൻ സാറിനെ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് എല്ലാവർക്കും അതെ. ഈ സിനിമയിൽ ഇപ്പൊ മോള് പാടി ചന്ദ്രലേഖയില് ലാലേട്ടന്റെ കൂടെ എപ്പോഴും സദാസമയം ഉള്ള ഒരു ക്യാരക്ടറാണ് അതിൽ ശ്രീനി ചേട്ടന്റെ ആ ക്യാരക്ടർ. നാടോടിക്കാറ്റ്, പട്ടണപ്രവേശം, അക്കരെ അക്കരെ അക്കരെ, അങ്ങനെ കഥ പറയുമ്പോൾ, അങ്ങനെ എത്രയോ സിനിമകൾ. അത് മമ്മൂക്കയുടെ ഒപ്പം സന്ദേശം, വടക്കുനോക്കി യന്ത്രം, അദ്ദേഹം തന്നെ ഡയറക്ട് ചെയ്ത മൂവി. അദ്ദേഹത്തിന്റെ സന്ദേശം എന്ന് പറയുന്ന തിരക്കഥ, അതൊരു സിനിമാക്കാർക്കുള്ള ഒരു നിഘണ്ടു എന്നാണ് പറയണത്. മലയാള സിനിമയിലെ തനിമയാണ്. അതെ, ശരിക്കും. അതായത് താരമല്ലാത്ത നടനാണ്. വാർത്ത കേട്ടപ്പോ എനിക്ക് ഭയങ്കര വിഷമമായി. ഈ പാട്ട് പഠിച്ചോണ്ടിരുന്നപ്പോ ഞാൻ ശ്രീനിവാസൻ സാറിനെ ഓർത്തിട്ടാണ് പഠിച്ചത്. നമുക്ക് എന്തായാലും ഈ സോങ്ങും ശ്രീനിയേട്ട് നമുക്ക് സമർപ്പിക്കാം. അതെ, സമർപ്പിക്കാം. Kunyata, your score is 99 out of 100 today. ഒരു മാർക്ക് കുറച്ചെന്തിനാ? അഗ്ലുമ്മിനും അങ്കവള ഹിട്ടോളേ. അതെ, അതൊക്കെ ചേർത്ത്. പാട്ട് അടിപൊളിയായിരുന്നു. കുഞ്ഞാറ്റ പാടിയത് പ്രായത്തിലുപരിയായിട്ട് ഭാവങ്ങളൊക്കെ വന്നോട്ടോ. വളരെ നല്ലൊരു ഒബ്സർവേഷൻ ആണത്. നമ്മുടെ കുഞ്ഞാറ്റക്കിളിയാണ് ഇന്നത്തെ ന്യൂ ഇയർ സ്പെഷ്യൽ എപ്പിസോഡിലെ പെർഫോമർ ഓഫ് ദ ഡേ. ഹരി ചേച്ചി ബായോ, ഞാൻ ഓടി ഒരേപോലത്തെ ഡ്രസ്സാണ്. കുഞ്ഞാറ്റക്കിളി, കൺഗ്രാറ്റുലേഷൻസ്. കുഞ്ഞാറ്റയ്ക്ക് വിലീവായി നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ. ഇതിന്റെ അപ്പുറം എന്ത് വേണം? ഇന്ന് ന്യൂ ഇയർ ആണ്, പെർഫോമർ ഓഫ് ദ ഡേ ആണ്. ഇഷ്ടപ്പെട്ട കുറെ പേര് വന്നു. അതെ, നമുക്ക് അവരുടെ കൂടെ ഒരു നാടൻ പാട്ട് പെർഫോമൻസ് വേണം. ഉണ്ടാവില്ലേ? അവരെപ്പോഴും റെഡിയാണ് കേൾക്കാൻ. ഞങ്ങൾ റെഡി. താങ്ക് യു കുഞ്ഞാറ്റക്കിളി. ബൈ ബൈ. കറുപ്പാ കറുപ്പയ്യ ശബരിമല കാവൽക്കാരാ, വായ കറുപ്പാ അലഹാടി വായ കറുപ്പാ, മാലകിട്ട് വിരുദം ഇരുന്ന് 18ആം പടി ഭഗവാന ദർശനം പണ്ണനാക വാറോ, വഴി തുണയാ വാറുമയ്യാ, നീ വഴി തുണയാ വാറുമയ്യാ. വെള്ള കുതിരയില எங்க கருப்பா நீ வெள்ள குதிரையில வட்டருவா வீசிக்கிட்டு ஓங்காரமாய் ஓங்காரமாய் ஆடிவா
கருப்பாடிவா கருப்பாடிவா கருப்பா கன்னிசாமி நாங்கள் எல்லாம் கன்னி பூஜை வச்சிருக்கும் எங்க இல்லம் தேடி வந்து இன்னல்களை தீர்த்திடையா அங்க இடி முழங்குது கருப்பசாமி தங்க கலசம் பண்ணுது 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 ரத்தம் வர்றா ரொப்படி வர்றா ஆட்டி வர்றா ஓட்டி வர்றா வாட்டி வர்றா அங்க இடி முழங்குது கருப்பசாமி தங்க கலசம் பண்ணுது அங்க இடி முழங்குது கருப்பசாமி தங்க கலசம் பண்ணுது எங்க கருப்பசாமி அவர் எங்க கருப்பைய சாமி எங்க கருப்பசாமி அவ எங்க கருப்பைய சாமி எங்க கருப்பசாமி அவர் எங்க கருப்பைய சாமி எங்க கருப்பசாமி அவ எங்க கருப்பைய சாமி எங்க கருப்பசாமி அவர் எங்க கருப்பைய சாமி சாமி எங்க கருப்பசாமி அவர் எங்க கருப்பைய சாமி எங்க கருப்பசாமி அவ எங்க கருப்பைய சாமி சாமி எங்க கருப்பசாமி அவ எங்க கருப்பைய சாமி அக்கனியே பிறந்தவன் நான் மனதாரின் மைந்தனவன் அக்கனியே பிறந்தவன் நான் மனதாரின் மைந்தனவன் சந்தனா பொட்டுக்கார சபரிமல காவல்கார சந்தனா பொட்டுக்கார சபரிமல காவல்கார எங்க கருப்பசாமி அவ எங்க கருப்பைய சாமி எங்க கருப்பசாமி அவ எங்க கருப்பைய சாமி பந்தம் கைக்கு பிடித்து வரா பாரி வேட்டையாடி வரா பந்தம் கைக்கு பிடித்து வரா பாரி வேட்டையாடி வரா பில்லு பாட்டு பாடி வரா விதவிதமா ஆடி வரா பில்லு பாட்டு பாடி வரா விதவிதமா ஆடி வரா எங்க கருப்பசாமி அவ எங்க கருப்பைய சாமி எங்க கருப்பசாமி அவ எங்க கருப்பைய சாமி எங்க கருப்பசாமி அவர் எங்க கருப்பைய சாமி எங்க கருப்பசாமி அவர் எங்க கருப்பைய சாமி எங்க கருப்பசாமி அவ எங்க கருப்பைய சாமி எங்க கருப்பசாமி அவ எங்க கருப்பைய சாமி கச்சையே கட்டி வரா கையருவா காட்டி வரா கச்சையே கட்டி வரா கையருவா காட்டி வரா மீசைய முறுக்கி வரா முச்சாதீகி நடந்து வரா மீசைய முறுக்கி வரா முச்சாதீகி நடந்து வரா கருப்பசாமி அவர் எங்க கருப்பைய சாமி எங்க கருப்பசாமி அவ எங்க கருப்பைய சாமி கச்சையே கட்டி வரா கையருவா காட்டி வரா கச்சையே கட்டி வரா கையருவா காட்டி வரா மீசைய முறுக்கி வரா முச்சாதீகி நடந்து வரா மீசைய முறுக்கி வரா முச்சாதீகி நடந்து வரா எங்க கருப்பசாமி அவர் எங்க கருப்பைய சாமி எங்க கருப்பசாமி அவ எங்க கருப்பைய சாமி வில்லாளி வீரனுக்கு வீரமணி கண்டனுக்கு வில்லாளி வீரனுக்கு வீரமணி கண்டனுக்கு திருமுடிய சுமக்கும் போது பாதுகாப்ப வரும் அவனா திருமுடிய சுமக்கும் போது பாதுகாப்ப வரும் அவனா கருப்பசாமி அவ எங்க கருப்பைய சாமி எங்க கருப்பசாமி அவ எங்க கருப்பைய சாமி கருப்பு மரா கருப்பசாமி அவ கார்மேகம் போல வரா கருப்பசாமி கருப்பசாமி அவ காமேகம் போல வர கருப்பசாமி கருப்பு மரா கருப்பசாமி அவ கன்னி பூஜை காண வரா கருப்பசாமி கருப்பசாமி அவர் கன்னி பூஜை காண வரா 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 கருப்பசாமி നമ്മുടെ ടോപ്പ് സിംഗറിൽ എല്ലായിടത്തും ന്യൂ ഇയർ ആയിട്ട് നമ്മുടെ പ്രേക്ഷകർ കാത്തിരിക്കുന്ന പോലുള്ള ഒരു പെർഫോമൻസ് ആണ് നമ്മളിപ്പോ കണ്ടത്. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര സൂപ്പർ ആയിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞാറ്റയുടെ ടീമായിട്ടുള്ള ഫോക്ക് ഇന്ത്യ അല്ലേ, ഫോക്ക് ഇന്ത്യ ടീം വന്നിട്ട് ടോപ്പ് സിംഗറിന്റെ ഫ്ലോർ തകർത്തു എന്നുവെച്ചാൽ നല്ല രീതിക്ക് തകർത്തു കേട്ടോ. കുഞ്ഞാറ്റക്കില് സൂപ്പർ ആയിരുന്നു അല്ലേ മധോക്ക്? പിന്നെ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ഞാനിങ്ങനെ അതെ നമ്മളെ ഇപ്പോഴത്തെ ഈ
ബഹളത്തിന്റെ ഇടയിൽ ഇതൊക്കെ കേട്ടപ്പോ ഒരു മനസ്സിനൊരു സന്തോഷം, ഒരു variety. ഒരു കുളിർമ, അതെ, ഒരു വെറൈറ്റി. അതെ അതെ അതെ, വേറെ തന്നെ ഒരു വൈബ്. Yes, yes, എന്താ പറയാ, yes, yes. ഭയങ്കര ഇങ്ങനെ ഇരുന്നു പോകും അതെ, 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 അതെ. ഞാൻ കാണുമായിരുന്നു. പിന്നെ ആ സ്ക്രീനും മൊത്തത്തിലുള്ള ഒരു എല്ലാം കൊണ്ടും ഭയങ്കര രസമായിരുന്നു കാണാൻ അതെ. വേണ്ടി. അതെ. ഉണ്ണിയങ്ങളുടെ ഇഷ്ടപ്പെട്ടോ? കുഞ്ഞാറ്റാ എന്തോ എന്താ സംഭവം? ഒരു പിടിയും കിട്ടുന്നില്ല. കൂടെ ഉള്ളവരൊക്കെ അതിഗംഭീരന്മാരാണല്ലോ, മുടിയെല്ലാം അതെ, അതെ, വളർത്തി. അതെ, അതെ. അതെ. ഇത് കുഞ്ഞാറ്റയുടെ ഗ്രൂപ്പാണോ? അല്ല, പിന്നെ ഇത് ഞങ്ങളുടെ നാട്ടിലുള്ള ആണോ? നാട്ടിലുള്ള നിങ്ങളെല്ലാരും പരിചയമുള്ളവരാണ്, വേണ്ടപ്പെട്ടവരാണ്. ആ. ഓ അത് ശരി. പക്ഷെ എത്രയോ വർഷങ്ങളായിട്ട് കുഞ്ഞാറ്റ ഇവരുടെ കൂടെയുള്ള പോലെയാ. ആ കൂടെ പാടുന്ന പോലെ അതെ, അതെ, അതെ. ഇതാണ് പടക്കളം ഒറിജിനലായിട്ട് പടക്കളം. ആണോ? വെരി ഗുഡ്, വെരി ഗുഡ്. അയ്യോ അതെനിക്ക് അറിയാൻ മേലായിരുന്നു. ആ അത് കൊള്ളാലോ. അടിപൊളി ചേട്ടാ. ആ ചേട്ടൻ എന്റെ കസിനാണ്, നിരഞ്ജൻ. സജീഷ്. ചേട്ടൻ അതെ. തമ്പുരാന്ന് വിളിക്കും. അപ്പൊ എന്തായാലും തുടങ്ങിയല്ലോ, എല്ലാവരും ഇങ്ങ് പരിചയപ്പെടുത്തി. എല്ലാരും പരിചയപ്പെടുത്തിക്കോ. എന്റെ പേര് സജീഷ് എന്നാണ്. കുമ്പളങ്ങിയിലാണ് വീട്, കുഞ്ഞാറ്റയുടെ ഗ്രാമത്തിന് തൊട്ടടുത്ത്. തമ്പുരാൻ എന്ന് വിളിക്കും. അതെ, തമ്പുരാൻ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന സജീഷ്. അതെ അതെ. രാജേഷ് രാജീവൻ എന്നാണ്, ചേർത്തലയാണ് സ്ഥലം. ചേർത്തല. ആ, എന്റെ പേര് ജിനു എന്നാണ്, കലവൂരാണ്. കലവൂര്. ആ, ഇവിടെ. ആ. ഓ ശരി. എന്റെ പേര് പ്രണവ്, വളവനാട്. വളവനാട്. എന്റെ പേര് ഐശ്വര്യ, ആലപ്പുഴ. പേര് ശ്രീകുട്ടി, കുമ്പളങ്ങില വീട്. കുഞ്ഞാറ്റയുടെ അടുത്ത്. കുഞ്ഞാട്ടയുടെ ഓക്കെ. കുഞ്ഞാറ്റയുടെ പാട്ട് എങ്ങനെയുണ്ട് ടോപ്പ് സിംഗറില്? ഓ സൂപ്പർ. അമ്മയും ഞങ്ങളെല്ലാരും എപ്പോഴും കാണും, കുഞ്ഞാറ്റ ഉള്ളോണ്ട്. പണ്ട് മുതലേ കാണും, പക്ഷെ കുഞ്ഞാറ്റ ഉള്ളോണ്ട് ഇപ്പൊ മുടങ്ങാതെ അമ്മ ഫുൾ ടൈം. എന്റെ പേര് നിജു, ഞാൻ ചേർത്തലന്ന് വരുന്നു. എന്റെ പേര് സജീവ് കാട്ടൂർ എന്നാണ്, ഫോക്ക് ഇന്ത്യയുടെ സെക്രട്ടറിയാണ്. തലയാണ്. എന്റെ പേര് നിരഞ്ജൻ, എന്റെ വീട് എഴുപതിലാണ്. എന്റെ പേര് സുരേഷ്, ഹരിപ്പാടാണ്. ഹരിപ്പാട്. എല്ലാരും ആ ആലപ്പുഴ ചുറ്റുവട്ടം അല്ലേ? പേര് സനു, ചേർത്തലെന്ന് വരുന്നു. എന്റെ പേര് സുരേഷ്, ചേർത്തല തന്നെയാ. ചേട്ടൻ വായിച്ച ഇൻസ്ട്രുമെന്റ് എന്തായിരുന്നു? അത് ഉടുക്ക് വായിച്ചു. എന്റെ പേര് നിഖില്, എഴുപതിലാണ് വീട്. എന്റെ പേര് ഗോകുൽ, ചേർത്തലേന്ന്. ചേർത്തല. പിന്നെ മറ്റേ കറുപ്പ് സ്വാമി അല്ലേ, ആ ചേട്ടന്റെ കാര്യം പറയാൻ വിട്ടുപോയി. ഒരാളും കൂടെ ഉണ്ടായിരുന്നല്ലോ, അനീഷ്. അനീഷ് ചേട്ടൻ മാവേലിക്കരയാണ്. ഇവിടെ അടിപൊളിയായിരുന്നു. സോ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരു നവവത്സര ആശംസകൾ. ഈ വർഷം അതിഗംഭീരമാവട്ടെ, ധാരാളം പ്രോഗ്രാംസ് വരട്ടെ. അതെ, തീർച്ചയായിട്ടും. തകർക്കണം. ഹാപ്പി ന്യൂ ഇയർ. വെരി ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 6 2025 അവസാനത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. ഇന്ന് ഒത്തിരി നല്ല മൊമെന്റ്സ് ആയിരുന്നു നമുക്കുണ്ടായിരുന്നു. നമ്മുടെ കുഞ്ഞാറ്റയുടെയും ചേട്ടന്മാരുടെയും ഒക്കെ പാട്ടുണ്ടായിരുന്നു, നാടൻ പാട്ടുണ്ടായിരുന്നു. ശരിക്കും ഒരു സെലിബ്രേഷൻ. മോഹൻ സിത്താര സാർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാം കൊണ്ടും ഒരു നിറഞ്ഞ ദിവസം അല്ലേ, കളർഫുൾ ആയിട്ട് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു. ഇനി ഇങ്ങനെയൊന്നും അല്ല നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത്. നമ്മൾ 2026 വെൽക്കം ചെയ്തുകൊണ്ട് ടോപ്പ് സിംഗറിന്റെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാണ്. വെൽക്കം ചെയ്യാൻ ആരൊക്കെ വേണം? നിങ്ങൾ എല്ലാവരും വേണം. അതെ, എല്ലാവരും നമ്മുടെ കൂടെ സ്റ്റേജിലേക്ക് വരണം. മോഹൻ സാറിന്റെ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാണ്. ഒരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞ് ആഘോഷിച്ച് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ, വെൽക്കം. ഉണ്ണിയങ്കിൾ, നമ്മുടെ ന്യൂ ഇയർ ആയിട്ട് കുറച്ച് മധുരം കഴിക്കാതെ എന്ത് ന്യൂ ഇയർ അല്ലേ? നിങ്ങളുടെ ഷുഗർ കട്ടൊക്കെ മാറിയല്ലോ. അതെ, അതുകൊണ്ട് നമ്മൾ ഹാപ്പി ആയിട്ട് ടോപ്പ് സിംഗറിന്റെ ഇപ്പൊ ടോപ്പ് സിംഗർ ഓക്കെ കംപ്ലീറ്റ് ആയി. MJ അങ്കിളിനെ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ മോഹൻ സാർ നമുക്ക് കേക്ക് മുറിക്കാം അല്ലേ? പുതിയൊരു വർഷത്തെ നമുക്ക് അങ്ങനെ അടിപൊളിയായിട്ട് വെൽക്കം ചെയ്യാം. 2025 ഏറ്റവും നല്ല സംഗീത മുഹൂർത്തങ്ങൾ തന്ന കുഞ്ഞു കുരുന്നുങ്ങളാണ് ഈ നിൽക്കുന്നത്. 2026 അതുപോലെ തന്നെ ഭാവിയിലെ ഏറ്റവും നല്ല സിംഗേഴ്സായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ എല്ലാ സിംഗേഴ്സിനും I wish them everything best throughout the year, and 2026 is going to be the best for all the singers. Yes. Okay. Happy New Year. അതുപോലെ തന്നെ നമുക്ക് ടോപ്പ് ബാൻഡ് ഇല്ലാണ്ട് ഒരു കാര്യം നടക്കൂല. യെസ്. അപ്പൊ നമ്മുടെ ടോപ്പ് ബാൻഡിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. തീർച്ചയായിട്ടും ഓർക്കസ്ട്രക്കാര് ഈ പറഞ്ഞ പോലെ ഒരു മക്കളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ മക്കളൊക്കെ എന്ത് രസമായിട്ട് പാടുന്ന അറിയോ മക്കൾ? അയ്യോ എൻ്റെ എല്ലാവരും എന്താ ഇങ്ങനെ വളർന്നു വരണുള്ളൂ. ഇവരൊക്കെ ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? വലിയ വലിയ സിംഗേഴ്സായി മാറട്ടെ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും wish you all a very happy new year.